ദൈവം ഇത്ര വിശ്വസ്തയോടെ നമ്മളെ നടത്തുന്നു, പിതാക്കന്മാരെ നടത്തുന്നു. പിതാക്കന്മാരെ നടത്തിയ ദൈവം നമ്മളെ നടത്തി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സമറിയാണ് 14 ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് തീർക്കാൻ. അപ്പോ ഞാൻ ആ ചാപ്റ്റേഴ്സ് എല്ലാം കൂടെ നമുക്ക് വായിച്ചു പോകാനായിട്ടുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ ദ ലോങ് റൺ. ഞാൻ ചർച്ചിൽ ഞാനിത് ചർച്ച് ഗ്രൂപ്പിൽ ഞാൻ ഇടാം. അപ്പൊ ഇതിനകത്ത് കുറെ പഠിച്ചിട്ടും ചിലപ്പോൾ കാണും, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലോജിക്ക് കാണും. പക്ഷെ ഞാൻ നടന്ന സംഭവങ്ങൾ, അതായത് വേദപുസ്തകത്തിൽ മോശ എങ്ങനെയാണ് എഴുതിയത് ആ ക്രോണോളജിക്കൽ ഓർഡറിൽ ഞാനത് ഇപ്പൊ ഞാൻ ഈ മുകളിൽ താഴെയായിട്ട് പോകുമ്പോ ഇപ്പം ഫോർ എക്സാമ്പിൾ മുകളിലത്തെ ഭാഗത്തിൽ മുഴുവൻ മൈൽ സ്റ്റോൺസ് ആണ് സംഭവം. ഇപ്പൊ അവർ അങ്ങനെ വിളിച്ചു കനാന്റെ ദേശം ആരംഭിക്കുന്നു, ഈജിപ്തിലേക്ക് പോകും, അങ്ങനെയുള്ള സംഭവങ്ങൾ. അങ്ങനെ തൊട്ട് താഴെ ലൊക്കേഷൻസ്, യാഗപീഠങ്ങൾ, യഹോവ പ്രത്യക്ഷനായ സമയം, ദൈവം ഏതൊക്കെ സമയത്ത് എവിടെ വെച്ചാണ് വാഗ്ദത്തങ്ങൾ കൊടുത്തത്, എന്തായിരുന്നു ആ വാഗ്ദത്തം, പിന്നെ ആ ഓരോ അധ്യായത്തിലും മെയിൻ ക്യാരക്ടേഴ്സിന്റെ സ്വഭാവങ്ങൾ, അവരെടുത്ത തീരുമാനങ്ങൾ. അപ്പോൾ ആ തീരുമാനങ്ങൾ ദൈവം ഇടപെട്ടതെല്ലാം ഈ ബ്ലൂ ബോക്സിലും, മനുഷ്യൻ ശരിയായ നിലയിൽ ഇടപെട്ടതെല്ലാം ഗ്രീനിലും, അനുസരണക്കേട് കാണിച്ചതെല്ലാം ഈ റെഡ് ബോക്സ്. മനസ്സിലാകുന്നല്ലോ. സോ നമ്മൾ ഈ ത്രെഡ് പോകുമ്പോൾ ആദ്യം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചാൽ മതി. സോ ഐ വിൽ ക്ലാരിഫൈ. സോ അതുകൊണ്ട് ഇങ്ങനെ ഒരു സമ്മറി ആക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ us to follow. Alright. So where did we stop last week? 11ാമത്തെ അധ്യായം എവിടെ അവസാനിക്കുന്നു? അറിയൂ? ബാബേൽ ടവർ പണിയുന്നു. ബാബേൽ ടവർ ദൈവം പൊളിക്കുന്നു. ഭാഷകൾ വിഭജിക്കപ്പെടുന്നു, അല്ലെ? ഭാഷകൾ വിഭജിക്കപ്പെടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺവെർസേഷൻസ്, ലാംഗ്വേജ്, ബർത്ത് ഓഫ് ലാംഗ്വേജ്, ബർത്ത് ഓഫ് കൾച്ചർ. അതിന് മുൻപേ ക്ലൈമാറ്റിക് കണ്ടീഷൻസിലുള്ള കൾച്ചറും ഓരോ ജനത്തിന്റെ സ്വഭാവം അനുസരിച്ചുള്ള കൾച്ചറും വരുന്നുണ്ട്. എങ്കിലും ഭാഷയിൽ കൂടെ വരുമ്പോൾ ആ കൾച്ചറൽ എക്സ്പ്ലോഷൻ കുറച്ചുകൂടെ വിവിധ നിലകളിൽ അതിന്റെ എക്സ്പ്രഷൻ വരുന്നുണ്ട്. 11ാമത്തെ അധ്യായത്തിൽ ടേബിൾ ഓഫ് നേഷൻസ്, ജാതികളുടെ ഒരു വലിയ ലിസ്റ്റ് നാം കണ്ടല്ലേ, ജാതികൾ ഉണ്ടാകുകയാണ്. ഇത് കഴിയുമ്പോഴുള്ള മനുഷ്യന്റെ ചരിത്രം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ വളരെ ആകുലപ്പെടുമ്പോഴാണ് 11ാം അധ്യായത്തിൽ വളരെ മനോഹരമായി വേറെ ആർക്കും ഒരു കാലത്തും ദൈവത്തെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനായിട്ട് കഴിയുമോ? Nobody can make God do something, അല്ലെ? You cannot make God initiate something. 11ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? യഹോവ അബ്രഹാമിനോട് ആരംഭിച്ചിരുന്നത്. ഈ അധ്യായത്തിലെ പകുതി ഭാഗത്താണ് യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായതുപോലെ അവൻ പുറപ്പെട്ടു. സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വ്യക്തമായി കാണുന്നുണ്ട്. God appears to Abraham. So the first thing that happens in chapter 12 is the call of Abraham. I want you to listen to me. എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഞാൻ പുതിയ കാര്യം എന്ന് പറയുന്ന വാക്ക് മോശ രേഖപ്പെടുത്തി. യഹോവ എന്ന് പറയുന്ന വാക്ക് കവനന്റൽ ഗോഡ്, വാഗ്ദത്തം ചെയ്യുന്ന ദൈവമാണ്. ബാക്കി സ്ഥലങ്ങളെല്ലാം എലോഹിം, എൽഷദായി എന്നൊക്കെ പറഞ്ഞ പേരിലാണ് ഉപയോഗിച്ചത്. അവരെല്ലാം യഹോവയിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? ഗോ ഫ്രോം യുവർ കൺട്രി, കിൻഡ്രഡ്, ചാർച്ചക്കാര്, പിതാവിന്റെ ഭവനക്കാരെ നീ വിടണം. എങ്ങോട്ട് പോകണം? ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്ത്. അപ്പൊ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തോ? ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തില്ല. ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കോ? ഡയറക്ഷൻ പറഞ്ഞു കൊടുത്തില്ല. എത്ര നാൾ എടുക്കും അവിടെ എത്താമെന്ന് പറഞ്ഞു. ഒരു തരത്തിലുമുള്ള ഇൻസ്ട്രക്ഷൻ ഇല്ല. ബ്ലൈൻഡ് ഒബീഡിയൻസ്, ബ്ലൈൻഡ്. കാണിപ്പാൻ ഞാൻ പറയും, നീ ഇറങ്ങിക്കൂ. നീ ഇറങ്ങാന്നുള്ളതാണ് ആദ്യത്തെ. ഓക്കെ, അത് എവിടെ വെച്ചാ പറയുന്നത്? മെസപ്പൊട്ടാമിയ, which is മെസപ്പൊട്ടാമിയ വെച്ച് ഊരിൽ ഹാരാൻ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ദൈവം പ്രത്യക്ഷനാകുന്നു. പ്രത്യക്ഷനാകുമ്പോൾ യഹോവയായ ദൈവം കൊടുക്കുന്ന, അബ്രഹാമിന് കൊടുക്കുന്ന ആദ്യത്തെ വാഗ്ദത്തത്തിൽ എന്തൊക്കെ പറയുമെന്ന് അറിയാം. ഞാൻ നിന്നെ ഒരു ദേശം കാണിക്കും, ആ ദേശം ഞാൻ നിനക്ക് തരും. നീ ഒരു വലിയ ജാതി, ഗ്രേറ്റ് നേഷൻ എന്ന് പറയുന്നത്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും,
നിന്റെ നാമം അതിമഹത്തായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ആ സമയത്ത് അബ്രഹാമിന്റെ പ്രായം എത്രയാ? 75. ഓക്കെ, യഹോവയായ ദൈവം, അപ്പം ഈ ക്യാരക്ടേഴ്സ്, one is യഹോവ. What does he do? God initiates the conversation. ദൈവം, he chooses to appear and he chooses Abraham. അബ്രഹാമിനെ തെരഞ്ഞെടുക്കുകയും അബ്രഹാമിന് പ്രത്യക്ഷനാകുന്നത് തെരഞ്ഞെടുത്തു. ഓക്കെ, ഇനി അബ്രഹാം എന്ത് ചെയ്തു? Did Abraham obey? Did Abraham obey? Yes. ആ സമയത്ത് അബ്രഹാമിന്റെ പേരെന്തുവാ? അബ്രഹാം. Okay, receives Elohim's call and leaves his household, land and heritage. ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നു, തന്റെ കുടുംബം വിടുന്നു, തന്റെ നാട് വിടുന്നു, തന്റെ സമ്പ്രദായങ്ങളെല്ലാം താൻ വിട്ട് താൻ ഇറങ്ങിയാണ്. കൂട്ടത്തിൽ പോയ ഒരാളുണ്ട്. ആരാണ്? ലോത്തും കൂടെ പോകാൻ. അബ്രഹാമിന്റെ പിതാവ് കൂടെ പോയെങ്കിലും ലോത്തും കൂടെ പോയി. So did you get a thread of the mind map? Okay, now we'll move forward. കനാൻ യാത്ര ആരംഭിക്കും. The travel begins. കനാൻ ട്രാവൽ ആരംഭിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? തേര വയ്യാവാകുന്നു. He decides to stop by. അവിടെ തേര മരിക്കുന്നു. And then he enters Canaan. കനാൻ ദേശം താൻ എൻ്റർ ചെയ്യുമ്പോ ഷേഖേം വഴി മോറേ മല, അതായത് മോറിയ മല, ഇനി വരുവാൻ പോകുന്ന മോറിയ മലയിലൂടെ, അല്ലെ, യാഗപീഠം നടക്കുവാൻ പോകുന്ന മോറിയ മലയ്ക്ക് താഴ്വാരമായ ഷേഖേം എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ താൻ സഞ്ചരിക്കുകയാണ്. ആ ഷേഖേമിൽ വെച്ചാണ് ആദ്യത്തെ യാഗപീഠം പണിയുന്നത്. യാഗപീഠം അവിടെ പണിയാൻ കാരണം അവിടെ യഹോവ വീണ്ടും അവനോട് സംസാരിച്ചു. ദ ലാൻഡ് ഷോട്ട്. ഈ കനാൻ ദേശത്തിലേക്ക് പ്രവേശിച്ച് ഷേഖേം എത്തുമ്പോഴാണ് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഈ സ്ഥലം നീ നിൽക്കുന്ന ഇതാണ് ഞാൻ നിന്നോട് കാണിപ്പാനിരുന്ന ദേശം. ഇവിടെ ഞാൻ ഈ ദേശം നിനക്കും നിന്റെ സന്തതിക്കും തരും. അത്രേ ഉള്ളൂ വാഗ്ദത്തം അവിടെ വെച്ച്. ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? ആദ്യത്തെ പ്രോമിസിന്റെ ക്വാണ്ടം ഉണ്ട്, രണ്ടാമത്തെ പ്രോമിസ് ലിമിറ്റഡ് ആണ്. ഈ ദേശം നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ തരും. അതിന്റെ റെസ്പോൺസ്, അബ്രഹാമിന്റെ റെസ്പോൺസ് ആണ് he builds an altar to Yahweh and calls upon God. അങ്ങനെ അവിടെ ആദ്യത്തെ യാഗപീഠം he builds in the place called Shechem. Are you with me? The timeline? Okay. Moving forward. ഈ യാത്ര പിന്നെയും അദ്ദേഹം തുടർന്നു. ബെതേൽ വെസ്റ്റും ആയി പട്ടണം ഈസ്റ്റുമായി നിന്ന് രണ്ടാമത്തെ തവണയും വന്ന് അബ്രഹാം ബെതേലി വെച്ചും ദൈവത്തിന് ഒരു യാഗപീഠം പണിയുന്നു. ബെതേൽ എന്ന് പറഞ്ഞാൽ എക്സാക്ട് ലൊക്കേഷൻ അല്ല. ഈ ബെതേൽ ഈസ് ഇൻ ദ വെസ്റ്റ് ആൻഡ് ആയി ഈസ് ഇൻ ദ ഈസ്റ്റ്. ബട്ട് ഐ എം ഗിവിംഗ് ദാറ്റ് പ്ലേസ് ബെതേൽ. ബെതേലിൽ വെച്ച് രണ്ടാമത്തെ യാഗപീഠം അബ്രഹാം പണിയുന്നു. ഈ രണ്ട് യാഗപീഠങ്ങളും യഹോവയുടെ നാമത്തെ താൻ വിളിച്ചപേക്ഷിക്കുന്നു. യഹോവയോട് താൻ റെസ്പോണ്ട് ചെയ്യുന്നു ഇൻ എ മോർ പോസിറ്റീവ് വേ. ആർ യു വിത്ത് മീ? ഓക്കെ, നൗ മൂവിങ് ഫോർവേഡ്. അവിടുന്ന് അദ്ദേഹം നേഗേബ് വിൽഡർനെസ്, അതായത് ഷേഖേമിൽ പ്രവേശിച്ച് ബെതേലി വന്ന് നേഗേബ് എന്ന് വെച്ചാൽ ടുവേർഡ്സ് ദ ഈജിപ്ഷ്യൻ സൈഡിലേക്ക് അദ്ദേഹം യാത്ര തുടരുകയാണ്. അവിടെ വന്ന് താൻ കൂടാരം അടിച്ച് പാർക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ്? സിവിയർ ഫാമിൻ. വളരെ രൂക്ഷമായ വാക്ക് അങ്ങനെ തന്നെയാണ്, സിവിയർ ഫാമിൻ. വളരെ രൂക്ഷമായ ക്ഷാമം അവിടെ ഉണ്ടാകുന്നു. ആ ക്ഷാമം സംഭവിക്കുമ്പോൾ അബ്രഹാം എന്ത് തീരുമാനിച്ചു? The going down to Egypt. The first time the word is used, Abraham went down. ഈ വാക്ക് ബൈബിളിൽ തുടർമാനമായിട്ട് കാണാൻ കഴിയും, അല്ലെ? ഈജിപ്തിലേക്ക് അവർ പോകുന്നു, ഈജിപ്തിൽ നിന്ന് അവർ കനാനിലേക്ക് തിരിച്ച് കരകയറുന്നു എന്ന് പറയുന്ന പോലെ. സോ Abraham went down to Egypt. അവിടെ വെച്ച് എന്ത് സംഭവിക്കുന്നു? ഫാമിൻ, ക്ഷാമം കാരണം ഈജിപ്തിൽ പോയി. പക്ഷെ ഈജിപ്തിൽ വെച്ച് അബ്രഹാം എന്ത് ചെയ്യുന്നു? സാറയെ ഒറ്റിക്കൊടുക്കുന്നു, അല്ലെ? എൻ്റെ സഹോദരിയാണ്, നീ മുഖാന്തരം ഞാൻ അകത്താകാൻ ചാൻസ് ഉണ്ട്, എന്നെ കൊന്നുകളയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ നീ മാനിച്ച് നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം. അങ്ങനെ പറഞ്ഞ് ഫറവോന്റെ ആളുകളോട് താൻ കള്ളം പറയുന്നു. കള്ളം പറഞ്ഞു കഴിയുമ്പോൾ ആരാ ഇടപെടുന്നതെന്ന് അറിയാവോ? ഹൂ ഇന്റർഫിയേഴ്സ്?
യഹോവ ഇടപെടുന്നു. ആർ യു ഗെറ്റിംഗ് ദ സീക്വൻസ്? എന്റെ ജീവിതത്തിന്റെ പരാജയമാണ് ഞാൻ സാറ പെങ്ങളാണ്, സഹോദരിയാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ ഡിസീവ് ചെയ്യുകയാണ് ഫറവനെ. അപ്പം വേറൊരു അർത്ഥത്തിൽ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് പെങ്ങളാണല്ലോ ശരിയായ നിലയിൽ. അബിമലെക്കിന്റെ കേസ് വരുമ്പോൾ പെങ്ങളായതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ പറയുന്നത്. പക്ഷേ ദ പ്രോബ്ലം ഇസ്, ഈ പെങ്ങളാണെന്ന് പറയുമ്പോൾ ദർ വാസ് എ പോസിബിലിറ്റി ദാറ്റ് ഫാറോ വിൽ ഡു സിൻ വിത്ത് സാറ. ആ സമയത്ത് യഹോവ ഫറവോന് ആദ്യമായി ഒരു ഈജിപ്ഷ്യൻ അല്ലെങ്കിൽ ഒരു ജാതീയ ജനത്തെ, ഫറവോന്റെ കുടുംബത്തെ മുഴുവനും കഠിനമായി ദണ്ഡിപ്പിച്ചു എന്നാണ് വാക്യം. സിവിയർ ഫാമിൻ, സിവിയർ പ്ലേഗ്സ്. ആർ യു വിത്ത് മീ? Now, what is this talking about? What is this talking about? It is the same thing that the Lord blessed him in chapter 12. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ തൊടുന്നവരെ. Are you with me? So the trend is now directly revealed here. അങ്ങനെ അബ്രഹാം യഹോവ വരുന്നു. അത് കഴിഞ്ഞ് ഫറവോനും ആക്ച്വലി വളരെ ന്യായമായിട്ടാണ് ഇടപെടുന്നത്. സിവിയർ ദണ്ഡനം കിട്ടിയ ഫറവോൻ എന്ത് ചെയ്യുന്നു? ഫറവോന് മനസ്സിലാകുന്നു, അബ്രഹാമിന്റെ ഭാര്യയായിരിക്കുന്ന സാറ എൻ്റെ ഭവനത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും കഷ്ടമുള്ളത്. ഫറവോൻ ഉടനെ തന്നെ അബ്രഹാമിനെ വിളിക്കുന്നു, അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു, തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് താൻ സാറയെ വിട്ടുകൊടുക്കുന്നു. ആർ യു വിത്ത് മീ? ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം, ആ എപ്പിസോഡ് കഴിഞ്ഞ് അബ്രഹാം കംസ് ബാക്ക് ടു കാനൻ. അങ്ങനെ കടന്നു വന്ന് താൻ ബേതേലിനും ആയിക്കും ഇടയെ താൻ പണിത യാഗപീഠം, നെഗേബിലൂടെ സഞ്ചരിച്ച് താൻ ബേതേലും ആയിക്കും അവിടെ വന്ന് താൻ യാഗപീഠം പണിയുകയാണ്. ഈ യാത്രയുടെ എല്ലാം കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആരായിരുന്നു അബ്രഹാമിന്റെ കൂടെ? ലോത്ത്. ഈ സംഭവം കഴിഞ്ഞ് ഇവർ തിരിച്ച് കനാനിലേക്ക് പ്രവേശിക്കുമ്പോൾ സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടായി. എന്താ വഴക്കിന് കാരണം? സ്നേഹം കൊണ്ട് വഴക്കുണ്ടായതാണോ? സമ്പത്ത് കൂടിയതുകൊണ്ട് വഴക്കുണ്ടായി? സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടായതാണോ? ദാസന്മാർ തമ്മിൽ വഴക്കുണ്ടായതാണോ? ദാസന്മാർ തമ്മിലുള്ള വഴക്ക് യജമാനന്മാർ അടി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ആരാണ് സ്റ്റെപ്പ് എടുത്തത് ആദ്യം? വെൽത്ത് ഇൻ പ്ലെന്റി, സ്ട്രൈഫ് ബിറ്റ്വീൻ ബ്രദേഴ്സ്. അബ്രഹാം വന്ന് പറയുകയാണ്, ഞാനും നീയും തമ്മിൽ അടി ഉണ്ടാക്കാതിരിക്കാൻ, എൻ്റെ ദാസന്മാരും നിന്റെ ദാസന്മാരും അടി ഉണ്ടാക്കാതിരിക്കാൻ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. റൈറ്റ്യസ് സ്പ്ലിറ്റ്. ആ സ്റ്റെപ്പ് എടുത്ത് അബ്രഹാം ചെയ്യുമ്പോൾ പോലും ആർക്കാണ് ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുന്നത്? ലോത്തിനോട്. വളരെ നീതിയോടുകൂടെ അല്ലേ അബ്രഹാം ഇടപെടുന്നത്? നീ തെരഞ്ഞെടുക്കുന്ന സ്ഥലം നീ ഏത് തെരഞ്ഞെടുത്തോ, ഞാൻ അതിന് നേരെ ഓപ്പോസിറ്റ് വയ്ക്കോളാം. Are you with me? So Abraham does. He gives the choice to the younger and the weaker, which is Lot, blesses God, and he also builds an altar of thanksgiving. അതായത് അതേ യാഗപീഠത്തിൽ തന്നെ താൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. And then what does Lot do? ലോത്ത് എന്ത് ചെയ്യുന്നു? യോർദാൻ വാലി, the valley of Jordan, അല്ലേ? യോർദാൻ വാലി ആയിരിക്കുന്നതിന്റെ കാരണം is because Jordan river is there. So the land is very fertile. ആ ലാൻഡിനെ പറ്റി വേദപുസ്തകത്തിൽ മോശ രേഖപ്പെടുത്തിയ 2 ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഒന്ന്, അത് ഈജിപ്തിനെ പോലെയുള്ള ഒരു നാടായിരുന്നു. 2, യഹോവയുടെ ഗാർഡൻ പോലെയായിരുന്നു. Are you with me? So this looks like what? Eden. Are you with me? So ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നദികളുടെ മധ്യത്തിൽ ഒഴുകി നടക്കുന്ന ഒരു വലിയ ഒരു ഗാർഡൻ, ആ ഈദൻ തോട്ടം പോലെയാണ് യോർദാൻ വാലിയും എന്ന് ലോത്ത് കണ്ടിട്ട് ലോത്ത് ഇത് ഈദൻ പോലെ ഉണ്ടല്ലോ, അങ്ങേര് പോയി, ആര് പോട്ട്, വല്യപ്പച്ചൻ പോയി വല്ല മരുഭൂമി കിടക്കട്ടെ, ഞാൻ പോയി ഇവിടെ കിടന്നോളാം. ദാറ്റ് ഈസ് ഓൾസോ ലുക്കിംഗ് ലൈക്ക് ഈജിപ്റ്റ്. കാരണം ഇപ്പൊ ഇദ്ദേഹം എവിടുന്നാ വന്നത്? ലോത്ത് ഇപ്പം വന്നത് എവിടുന്നാ? ഈജിപ്തിൽ നിന്ന്. ഈജിപ്തിലെ വലിയ നദി ഏതാ? നൈൽ റിവർ. അപ്പൊ നൈൽ റിവറിന്റെ വാലിയിൽ കിടക്കുന്ന ഈജിപ്റ്റ് പട്ടണം പോലെ തന്നെ ഇരിക്കുന്നുണ്ട് എന്ത്? യോർദാൻ വാലിക്ക് അടുത്തിരിക്കുന്ന സോദോം, ഗൊമോറ, ദ ഡയറക്ഷൻ ഓഫ് സോആർ ആൻഡ് സോദോം ആൻഡ് ഗൊമോറ. അപ്പൊ ലോട്ട് എന്ത് ചെയ്യുന്നു? ലോട്ട് അത് തെരഞ്ഞെടുക്കുന്നു. ഹി ചൂസസ് ദ ഫർട്ട്. ഞാൻ ലോത്തിന്റെ ചോയ്സ് ഞാൻ പല ആവർത്തി ഞാൻ നോക്കി. ഈ വാസ് ലോട്ട്സ് ചോയ്സ് എ ഗുഡ് ചോയ്സ്? നമുക്കറിയാം ലോട്ട്സ് ചോയ്സ് വാസ് നോട്ട് എ ഗ്രേറ്റ് ചോയ്സ്. Chooses fertile land over blessings of God
And ആ അധ്യായത്തിന് വളരെ താഴെ തന്നെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സോതോമിലെയും ഗമോറയിലെയും മനുഷ്യർ എക്സ്ട്രീംലി വിക്കഡ് എന്നായിരുന്നു. എന്ന് വെച്ചാൽ ദുഷ്കരമായ ആളുകളായിരുന്നു, യഹോവയ്ക്കെതിരെ പാപം ചെയ്യുന്നവരായിരുന്നു. ആ തെരഞ്ഞെടുപ്പാണ് ആര് തെരഞ്ഞെടുത്തത്? ലോത്ത് തെരഞ്ഞെടുത്തത്. Are you with me that the trend, how Moses is trying to put that trend? അങ്ങനെ ഇവർ തമ്മിൽ പിരിയാൻ തീരുമാനിച്ചു. അബ്രഹാം നേരെ ഓപ്പോസിറ്റ് സ്ഥലത്തേക്ക് കയറാൻ പ്രവേശിച്ചു. സോ ഡെസേർട്ട് വേഴ്സസ് വാലി വേഴ്സ് ദ ചോയ്സ്. ഈ ലോത്ത് പിരിഞ്ഞു കഴിഞ്ഞതിന് തൊട്ട് ആഫ്റ്റർ, ലോത്തും അബ്രഹാമും പിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആര് വരുന്നു? യഹോവയായ ദൈവം വരുന്നു. എന്നിട്ട് പറയുകയാണ്, അബ്രഹാമേ, നിന്നോടുള്ള എൻ്റെ സത്യം, നീ നിന്റെ കണ്ണ് ഉയർത്തി നോക്കുക, നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും ഒക്കെ നോക്കി, ലിഫ്റ്റ് അപ്പ് യുവർ ഐസ്, ലുക്ക് ടു ദി ഈസ്റ്റ്, ലുക്ക് ടു ദി വെസ്റ്റ്, എല്ലായിടത്തോട്ടും നോക്കുക. ഇവിടെ ഇത് മുഴുവനും നിന്റെ പേരിൽ നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ തരും. 2, ഇവിടെ വെച്ചാണ് ആദ്യം നിന്റെ സന്തതി കടൽ മണൽ തരി പോലെ എണ്ണിക്കൂടാത്ത ഒരു വലിയ പുരുഷാരമാകുമെന്ന് 3-ാമത്തെ തവണ വാഗ്ദത്തം ചെയ്യുമ്പോഴാണ് ഈ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ ആഡ് ചെയ്യുന്നത്? യഹോവയായ ദൈവം ആഡ് ചെയ്യുന്നത്. അവിടെ വെച്ച് ലോത്തും അബ്രഹാമും പിരിഞ്ഞ സ്ഥലത്തായിരുന്നു ആദ്യത്തെ കൂടാരം താൻ അടിക്കുന്നത്. എന്ന് വെച്ചാൽ കൂടാരം പലതും അടിച്ചിട്ടുണ്ട്, പക്ഷെ ദ റെക്കോർഡഡ് ഫസ്റ്റ് ടെന്റ് മാമ്രയുടെ തോപ്പിനരികിൽ ഹെബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് 3-ാമത്തെ യാഗപീഠം പണിയുന്നു. Are you with me? ഗോയിങ് ഫോർവേഡ്, ഈ മാമ്രയുടെ തോപ്പിൽ ചുറ്റിപ്പറ്റി ഒരുപാട് സംഭവങ്ങൾ നടക്കുവാൻ പോവുകയാണ്. അങ്ങനെ ഇവിടെ വെച്ച് യഹോവ പ്രത്യക്ഷനാകുന്നു, തന്നോട് സത്യം വീണ്ടും ഹി റീഅഷ്യൂർസ് ഏബ്രഹാം ഓഫ് ദ പ്രോവിൻസ്. ഓക്കെ, മൂവിങ് ഫോർവേഡ്, അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ there is a group of generation of people that are mentioned. കിങ്സ്, ഷീനാർ, രാജാക്കന്മാർ, എലസാർ, ചെർദോമലാർ, അദ്മ, ഗോയിം എന്ന് പറയുന്ന കുറെ ആളുകൾ, സോദോം ഗൊമോറയിലെ രാജാക്കന്മാർ ഉൾപ്പെടെ യുദ്ധത്തിനായി അവർ ഇറങ്ങിത്തിരിച്ചു. അങ്ങനെയാണ് വേദപുസ്തകത്തിൽ അബ്രഹാമിനുള്ള ബന്ധത്തിൽ, ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ആദ്യമായ ഒരു യുദ്ധം നമ്മൾ കാണുന്നത്. അബ്രഹാമും രാജാക്കന്മാരും യുദ്ധത്തിനായി ഇറങ്ങി. അങ്ങനെ അബ്രഹാം യുദ്ധത്തിന് ഇറങ്ങാൻ കാരണം എന്താ? ഈ രാജാക്കന്മാർ യോർദാൻ നദിക്കരികെ കടന്ന ലോത്തിനെയും കൂടെ പിടിച്ചോണ്ട് പോയി. ലോത്തിനെ പിടിച്ചോണ്ട് പോയപ്പോൾ തൻ്റെ സഹോദരനെ പിടിച്ചോണ്ട് പോയി എന്ന് അബ്രഹാം അറിഞ്ഞപ്പോൾ അബ്രഹാം 318 പുരുഷന്മാരെ കൊണ്ട് താൻ അമാലിയക്കാരെയും അമോരിയക്കാർക്കെതിരെ താൻ ഇറങ്ങിത്തിരിച്ചു. തൻ്റെ കൂടെ യുദ്ധത്തിന് വന്ന ജാതികളായ 3 പേരുണ്ടായിരുന്നു, അനർ, എസ്കോൾ, മാമ്രെ. ഈ 3 പേരെയും കൊണ്ട് താൻ പോകുന്നു. താൻ ലോത്തിനെ താൻ രക്ഷിക്കുന്നു. ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ആര് പ്രത്യക്ഷനാകുന്നത്? സാലേം രാജാവായ മൽക്കിസദേക്ക് വരുന്നത്, അബ്രഹാമിനെ അനുഗ്രഹിക്കാൻ വരുന്നത്. അങ്ങനെ മൽക്കിസദേക്കിനെ കാണുമ്പോൾ അബ്രഹാം പറയുകയാണ്, എനിക്കുള്ളതിൽ 10 ഞാൻ നിനക്ക് ഗിഫ്റ്റായിട്ട് തരികയാണ്. ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇത്രയും രാജാക്കന്മാരെ തോപ്പിച്ച അബ്രഹാം ഒരുപാട് സമ്പത്ത് അവിടെ കണ്ടു. ആ സമ്പത്തെല്ലാം കൂടെ സോദോമിലെയും ഗൊമോറയിലെയും രാജാക്കന്മാർ വന്ന് അബ്രഹാമിന്റെ അടുത്ത് കൊണ്ടുവന്നു. ദേ ബ്രോട്ട് ഇറ്റ് ക്ലോസ് ടു ഏബ്രഹാം. അബ്രഹാം എന്ത് ചെയ്തു? എടുത്തോ. അബ്രഹാം പറഞ്ഞു, ചെരുപ്പിന്റെ വാറാകട്ടെ, അല്ല അത് അടുത്ത ആവശ്യം പറയുന്നത്, സോറി, എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു സാധനവും വേണ്ട. എനിക്ക് തരാനുള്ള, ആർക്കെങ്കിലും എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 3 പേരെടുത്തോട്ടെ, എനിക്ക് നിങ്ങളുടെ ഒരു സാധനം പോലും വേണ്ട. ആൻഡ് thereby Abraham deals very righteously. He honors Melchizedek, and Melchizedek also blesses Abraham by God Most High. ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് യഹോവയായ ദൈവവുമായുള്ള അബ്രഹാമിന്റെ വളരെ നിർണായകമായ കണ്ടുമുട്ടൽ വരുന്നത്. ഈ യുദ്ധം കഴിഞ്ഞ് ഈ യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദാൻ വരെ, ദമാസ്കസ്, സിറിയ, അങ്ങ് മോൾ വരെ ഈ യുദ്ധത്തിന് പോയെന്നാണ് അവർ പറയുന്നത്. 318 പുരുഷന്മാരെ കൊണ്ടാണ് ഇത്രയും രാജാക്കന്മാരെ അബ്രഹാം തോൽപ്പിച്ചത്. സോ ദിസ് യുദ്ധം വാസ് ഓൾസോ എ വെരി റെക്കോർഡഡ്. വളരെ വീരനായ അബ്രഹാം തനിക്ക് ചിലപ്പോൾ ഏകദേശം 80-82 വയസ്സ് പ്രായമുള്ളപ്പോഴായിരിക്കണം ഈ യുദ്ധത്തിന് ഇറങ്ങിയത്. അങ്ങനെയുള്ളൊരു അബ്രഹാം ഈ യുദ്ധം ജയിച്ച് മടങ്ങി വരികയാണ്. നൗ കംസ് യാഹ്വേ. യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം അതൊരു നിയമമായി, ലോയായി, ഒരു കവനന്റായി
അബ്രഹാമുമായിട്ട് എഴുതാൻ വരികയാണ്. യാഹ്വേ വിസിറ്റ്സ്. നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങളിലെല്ലാം യഹോവ പ്രത്യക്ഷനായി തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Now we'll go. Yeah. ഈ കോൺവെർസേഷനിൽ യഹോവയായ ദൈവം അബ്രഹാമിനോട് സംസാരിക്കാൻ വരുമ്പോൾ അബ്രഹാം ആക്ച്വലി ആദ്യമായി നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരു കവനന്റ് ആയിരുന്നു ഇത്. എന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് യഹോവ പറഞ്ഞു, നിനക്ക് ഈ 15-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ യഹോവയായ ദൈവം വരുമ്പോൾ ആദ്യം ഈ വാഗ്ദത്തം താൻ സാധാരണ നിലയിൽ ഇതുവരെ വാഗ്ദത്തങ്ങൾ താൻ ആരംഭിക്കുമ്പോൾ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ദേശം നിനക്ക് തരാം, അല്ലെ, നിന്റെ സന്തതിക്ക് ഞാൻ തരാം. പക്ഷെ ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ യഹോവയായ ദൈവം അബ്രഹാമിനോട് എന്താ പറഞ്ഞത്? ഹൗ ഡിഡ് ഹി സ്റ്റാർട്ട്? ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം, ഞാനാണ് നിന്റെ പരിച, ഐ ആം യുവർ റിവാർഡ് ആൻഡ് ഐ ആം യുവർ ഷീൽഡ്. ലാൻഡും മക്കളും ഒക്കെ ഞാൻ തരാം, ബട്ട് അബ്രഹാമേ, മീ, ഐ ആം ദ മോസ്റ്റ് വാല്യുബിൾ ബ്ലെസ്സിങ് യു ഹാവ്. ആ കോൺവെർസേഷൻ നടക്കുമ്പോൾ അബ്രഹാം തൻ്റെ മനുഷ്യത്വത്തിൽ താൻ ചോദിച്ചു, അതൊക്കെ ശരിയാണ്, എന്നിട്ട് പറഞ്ഞു, എങ്ങനെ എനിക്കൊരു സന്തതി ഉണ്ടാവും? എനിക്കൊരു ദാസനുണ്ട്, എലയാസർ. അങ്ങനെ അബ്രഹാം നെഗോഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചൈൽഡ്ലെസ് ഏബ്രഹാം ഹി ആസ് ഫോർ എ ഹെയർ. അങ്ങനെയാണ് യഹോവ പറയുന്നത്, ആ ദാസൻ നിന്റെ മകനായിരിക്കില്ല, നിന്റെ സന്തതി ആയിരിക്കില്ല. എന്നിട്ട് പറഞ്ഞു, നീ നീ ചെന്ന് നീ മൃഗങ്ങളെ കട്ട് ചെയ്ത്, അല്ലെ, ഈ ഡൗസിനെയും അല്ലെ മൃഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ഹാഫ് ആക്കി വെക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അബ്രഹാമിന് ഉറക്കം വന്നു. ഉറക്കം കഴിഞ്ഞതിന് ശേഷം അന്ധതമസും അന്ധകാരവും അബ്രഹാമിനെ മൂടി. യഹോവയായ ദൈവം തീച്ചൂളയായി, തീപ്പന്തമായി, തീച്ചൂള ദൈവം അത് ബേൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്ലെയിമിംഗ് ടോർച്ച് went between these animals. ഈ രണ്ട് ആനിമൽസിന് മധ്യേ യഹോവയായ ദൈവം തീച്ചൂളയായി നടന്നു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ എന്നേക്കാൾ വലിയവനായ ഒരുത്തനെ കൊണ്ട് സത്യം ചെയ്യാനില്ലാത്തത് കൊണ്ട് ഐ സ്വെയർ ബൈ മൈസെൽഫ്. അങ്ങനെയാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവനെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും ദൈവത്തിന് സത്യം ചെയ്യുവാനില്ലാത്തതുകൊണ്ട് ഹി പ്രോമിസ്ഡ് ബൈ ഹിംസെൽഫ്, ഞാനാണ് നിനക്ക് വാക്ക് തരുന്നത്, നിനക്കൊരു സന്തതി ഉണ്ടാകും. ദ ഫ്ലെയിമിംഗ് ടോർച്ച് passed in between these animals and made a deal with Abraham. Are you getting the intensity of the promise now? ഇത്രയും നാൾ പറഞ്ഞ് യഹോവ ഇപ്പോ മൃഗങ്ങളുടെ രക്തത്തിന്റെ മധ്യത്തിലൂടെ, മൃഗങ്ങളുടെ എന്താ പറയുക, ആ പീസസിന്റെ മധ്യത്തിലൂടെ കടന്നുപോയി. he is now sealing the covenant. All right, we will move forward, it will move faster. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അബ്രഹാം ആ അധ്യായത്തിലാണ് അബ്രഹാം യഹോവയെ വിശ്വസിച്ച് അവന് നീതിയായി കണക്കിട്ടു. reckon to him as righteousness. All right, moving forward. ഹാഗാറും ഇഷ്മായിലും ഇതൊക്കെ പറഞ്ഞ് അബ്രഹാം എന്ത് ചെയ്തു? സന്തതി ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അമ്മച്ചിയായ സാറ വന്ന് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് പ്രായമായി, അല്ലെ, ഞാൻ ബാരനാണ്, അതുകൊണ്ട് നമുക്ക് ഹാഗാറിലൂടെ നമുക്കൊരു കൊച്ചിനെ വെക്കാം. ഞാനിവിടെ ആദ്യം അബ്രഹാമിന്റെ പേരായിട്ടത് ഇൻസ്റ്റെഡ് ഓഫ് സാറയാണ് വേദപുസ്തകത്തിലെ ക്രമം അനുസരിച്ച് സാറയാണ് ഡീല് കൊണ്ടുവരുന്നെങ്കിലും കുടുംബത്തിന്റെ തലവൻ അബ്രഹാമിന് ഉത്തരവാദിത്തമുണ്ട്. അബ്രഹാം ഡിസൈഡ്സ് ഫോർ ദ ഹാഗാർ ഡീൽ. സാറ ചെയ്ത തെറ്റെന്താ? വാട്ട് ഡിഡ് സാറ ഡു? റോങ് ജഡ്ജ്മെന്റ്. ഷീ സെഡ്, ദ ലോർഡ് ഹാസ് പ്രിവെന്റഡ് മീ ഫ്രം ബെയറിംഗ് ചിൽഡ്രൻ. ദൈവം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പ്രിവെന്റ് ചെയ്തിരിക്കുകയാണ്. സാറയോട് ആരെങ്കിലും പറഞ്ഞു? അല്പകാലത്തേക്കുള്ള പ്രിവെൻഷൻ ആയിരുന്നെങ്കിൽ പോലും ഗോഡ് ഹസ് പ്രോമിസ്ഡ് ടു ഏബ്രഹാം ഫ്ലെയിമിംഗ്. ഇതിന് തൊട്ട് മുമ്പത്തെ അധ്യായത്തിലാണ് യഹോവയായ ദൈവം തീപ്പന്തമായി കടന്നു പോയിട്ട് പറഞ്ഞത്, ഞാൻ എന്നാൽ തന്നെ സത്യം ചെയ്യുന്ന നിനക്ക് ഒച്ചുണ്ടാവുമെന്ന്. സാറ വന്ന് പറഞ്ഞു, നടക്കുന്നില്ല. ഉടനെ സാറ ഹാഗാറിനെ കൊടുക്കുന്നു. ഹാഗാറിനെ കൊടുത്തു കഴിഞ്ഞിട്ടും സാറയും ഹാഗാറും തമ്മിൽ, അല്ലെ, മിസ്ട്രസ് പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാറ ഡിസൈഡ്സ് ടു പണിഷ് ഹാഗാർ ഓൾസോ. What happens? ഹാഗാർ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഹാഗാർ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാഗാർ സാറയെ, ഷീ ഡിഡ് നോട്ട് ലുക്ക് അറ്റ്, ഇംഗ്ലീഷ് മലയാളത്തിൽ ആ വാക്ക് എൻ്റെ മനസ്സിലോട്ട് വരുന്നില്ല, ഷീ മിസ്ട്രീറ്റഡ് സാറ, അല്ലെ, ഷീ ട്രീറ്റഡ് ഹെർ മിസ്ട്രസ് വിത്ത് കണ്ടെംപ്റ്റ്. കാരണം നിന്ദതയായി, അതായത് സാറ
സാറയ്ക്ക് പ്രഗ്നന്റ് ആകാൻ പറ്റിയില്ലല്ലോ, എനിക്കാണല്ലോ പ്രഗ്നൻസി വെച്ച്, അപ്പം ഐ ആം മോർ ഇൻ ഈക്വൽ വാല്യൂ എന്ന് പറഞ്ഞ പോലെ ഷീ ഡിസൈഡഡ് ടു ഷോ കണ്ടെം ടു സാറ. യഹോവയായ സാറ ഹാഗാറിനെ പുറത്താക്കി കളയുന്നു. അങ്ങനെ പ്രഗ്നന്റ് ആയ ഹാഗാർ ഷൂർ പ്രദേശത്ത് താൻ വന്ന് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഹോവയായ ദൈവം ഹാഗാറിന് പ്രത്യക്ഷനാകുക. ഇതുവരെ ആർക്കാ പ്രത്യക്ഷരായത്? അബ്രഹാമിന്. ഇപ്പോൾ യഹോവയായ ദൈവം ഹാഗാറിന് പ്രത്യക്ഷയാണ്. ആൻഡ് ഹി ടെൽസ് ഹെർ ദാറ്റ് അവിടെ വെച്ചാണ് നിനക്കൊരു മകൻ ഉണ്ടാവും, ആ മകന് ഇഷ്മായേൽ എന്ന് പേരിടണം. ഇഷ്മായേൽ എന്ന പേരിന്റെ അർത്ഥം എലോഹിം ഹാസ് ലിസൺഡ് ടു യുവർ, നിന്റെ കണ്ണുനീര് യഹോവ കണ്ടിട്ടുണ്ട്. ആ സ്ഥലത്തിന് ഹാഗാർ ഇട്ട പേരാണ് ബീർ ലഹ റോയ്, എൽ റോയ്. എന്നെ ഒരുവൻ കാണുന്നു എന്നുള്ള ആ പേര് ആ സ്ഥലത്തിന് കൊടുക്കുകയാണ്. വിച്ച് ഇസ് ഇൻ ദ പ്ലേസ് ഇൻ ദ വിൽഡർനെസ് ഓഫ് ഷൂർ. ദിസ് ഇസ് ദ വിൽഡർനെസ്. Are you with me? Moving forward. ഹാഗാറിന്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് ഈ കവനന്റിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് യഹോവയായ ദൈവം പ്രവേശിക്കുന്നത്. യഹോവ അപ്പിയേഴ്സ് ടു ഐസക്. ഐസക് ഇസ് പ്രോമിസ്ഡ് ആൻഡ് നെയിംഡ്. യഹോവയായ ദൈവം വീണ്ടും പ്രത്യക്ഷനാകുന്നു. ആ പ്രത്യക്ഷതയിൽ എന്ത് സംഭവിക്കുന്നു? പരിച്ഛേദനയുടെ ഡിമാൻഡ് വെക്കുന്നു. കുടുംബത്തിലെ എല്ലാവരും, ഇനി വരുവാൻ പോകുന്ന എല്ലാ യഹൂദന്മാരും, നിന്റെ വീട്ടിൽ പൈസയ്ക്ക് മേടിച്ച ദാസന്മാർ ഉൾപ്പെടെ പരിച്ഛേദന ഏക്കണം. 2, അബ്രഹാമിന്റെയും സാറയുടെയും പേര് മാറ്റുന്നത് ഈ പ്രത്യക്ഷതയിലാണ്. എന്താ പറയുന്നത്? നീ ബഹുജാതികളുടെ പിതാവാകേണ്ടതിന് നിന്റെ പേര് അബ്രഹാം. സാറ ബഹുജാതികളുടെ മാതാവായിരിക്കാൽ അവളുടെ പേര് സാറായിൽ നിന്ന് സാറായിലേക്ക് പ്രവേശിക്കുന്നു. ലാഫ്റ്റർ ഇസ് ബോൺ. ഇസഹാക്ക് എന്ന പേരിന്റെ അർത്ഥം ചിരി അവിടെ ജനിക്കുകയാണ്. പക്ഷേ ആ അധ്യായത്തിൽ തന്നെ യഹോവയായ ദൈവം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇഷ്മായേലിനെ പറ്റി വേദനിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇഷ്മായേലാണ് എൻ്റെ സന്തതി എന്ന് അബ്രഹാം തിരിച്ച് കൗണ്ടർ ഓഫർ ചെയ്യുന്നുണ്ട്. ആ കൗണ്ടർ ഓഫർ ചെയ്യുമ്പോൾ യഹോവയോട് പറയുന്നുണ്ട്, കർത്താവേ, യഹോവേ, എനിക്ക് നീ ഇഷ്മായേലിനെ തന്നല്ലോ, ഇഷ്മായേലിനെ അനുഗ്രഹിച്ചാൽ മതിയെന്ന് അബ്രഹാം പറയുന്നുണ്ട്. യഹോവ പറഞ്ഞു, ഇഷ്മായേൽ അല്ല, നിന്റെ ഭാര്യയായ സാറയിലൂടെ നിനക്കൊരു മകനുണ്ടാവും. ഇഷ്മായേലിനെ ഞാൻ തള്ളിക്കളയത്തില്ല. ഇഷ്മായേൽ 12 പ്രഭുക്കന്മാർ അവനിലുണ്ടാവും, 12 ജാതികൾ, 12 ഗോത്രപിതാക്കന്മാർ അവനിലുണ്ടാവും എന്ന് പറഞ്ഞ് യഹോവ അവിടെയും വരും. എവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്? 3ാമത്തെ യാഗപീഠം പണിത മാമ്രയുടെ തോപ്പിൽ നടക്കുകയാണ്. ഈ പ്രോമിസിന് 2 ഘട്ടമുണ്ട്. ദ ഫസ്റ്റ് പാർട്ട് ആൻഡ് ദ സെക്കൻഡ് പാർട്ട്. ദ ഫസ്റ്റ് പാർട്ട്, യഹോവയായ ദൈവം അബ്രഹാമിന്റെ അടുത്ത് വരുന്നത് എങ്ങനെയെന്നറിയോ? ഞാൻ എൽ ഷഡായി ആണ്, ഗോഡ് ഓൾ മൈറ്റി. എൻ്റെ മുമ്പാകെ നടന്ന് നീ നീതിയോടുകൂടെ, നീ വിശ്വസ്തയോടുകൂടെ നടന്നാൽ നിന്നെ ഞാൻ അത്യന്തം അനുഗ്രഹിക്കുമെന്ന് പറയുന്നു. അവിടെ ഹി ഗിവ്സ് ദം പേര് മാറ്റുന്നു, ബഹുജാതികളുടെ പിതാവ്. ഇവിടെ വച്ചാണ് നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉണ്ടാകുമെന്ന് പറയുന്നത്. ഇവിടെ വച്ചാണ് ഈ കവനന്റ് നീയുമായിട്ട് മാത്രമല്ല, നീയും നിന്റെ കുഞ്ഞുങ്ങളും അവരുടെ സന്തതി തലമുറയുമായിട്ടാണ് എൻ്റെ കവനന്റ്. ഇവിടെ വെച്ചാണ് ഈ കവനന്റ് എവർലാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എവർലാസ്റ്റിംഗ് കവനന്റ്. ഇവിടെ വെച്ചാണ് പറയുന്നത്, ഈ ലാൻഡും നിനക്ക് എവർലാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ നീ പരദേശിയായിരിക്കുന്ന ഈ ദേശം അതിന് എവർലാസ്റ്റിംഗ് പൊസിഷൻ ആണ്. The characters, Yehovah, he appears, he demands obedience, specific promise of Isaac through Sarah, specific promise to also Ishmael. പക്ഷെ അബ്രഹാം ചെയ്ത പരിപാടി വന്ന് പറഞ്ഞ് എൽഷദായി എന്നൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാം പറഞ്ഞു, ഞാൻ ഇഷ്മായേലിനെ ഓഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ യഹോവ പറഞ്ഞു, സാറയിലൂടെ ഉണ്ട്. അപ്പൊ അബ്രഹാം എന്ത് ചെയ്തു? കവിണ് വീണ് ചിരിച്ചു. ആദ്യം ചിരിച്ചത് സാറയാണോ അബ്രഹാമാണോ? അല്ല, അബ്രഹാം. ആദ്യം ചിരിക്കുന്നത് അബ്രഹാമാണ്. ഇതൊരു കോമഡി ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇതിന്റെ ഒരു കോമിക് സീൻ ഉണ്ട് ഇതിനകത്ത്. യഹോവയായ ദൈവം, ഞാൻ എൽഷദായാണ്, നിനക്കൊരു മകൻ ഉണ്ടാവും. അപ്പൊ അബ്രഹാം പറഞ്ഞു, ഇഷ്മായിൽ പോരെ എന്ന് ചോദിച്ചു. അല്ല, നിന്റെ ഭാര്യ സാറ പ്രസവിക്കും. ഉടനെ നമ്മൾ വായിക്കുന്നത്, വേദവശത്തിൽ എഴുതിയിരിക്കുന്നത്, അബ്രഹാം നിലത്ത് വീണ് കവിണ് വീണ് ചിരിച്ചു എന്നാ പറയുന്നത്. ദൈവം കോമഡി പറയുന്നത്, ഹൗ ക്യാൻ ദിസ് ബി എന്ന് പറഞ്ഞ് ഈ ചിരിക്കുകയാണ്. അവിടെ വച്ചാണ് ഇസഹാക്ക് എന്ന പേര് പോലും യഹോവ ഇടുന്നത്. അവിടെയാണ് യഹോവ സാറ ചിരിക്കുന്നത്, അബ്രഹാം ചിരിക്കുന്നത്. ഇഷ്മായേലിന്റെ 12 ഗോത്രങ്ങൾ യഹോവ തൻ്റെ വാഗ്ദത്തവും ഇസഹാക്കുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. എന്നാൽ ഇതൊക്കെ പറഞ്ഞിട്ടും അബ്രഹാം
ദൈവം പറഞ്ഞ കൽപ്പന അനുസരിച്ച് തൻ്റെ എല്ലാ പുരുഷന്മാരെയും താൻ സർക്കംസൈസ് ചെയ്യുകയാണ്. ഇഷ്മായേൽ ജനിക്കുമ്പോൾ അബ്രഹാമിന് എത്ര വയസ്സുണ്ട്? 86 വയസ്സ്. ഈ വാഗ്ദത്തം കൊടുക്കുമ്പോൾ ഇസ്ഹാക്കിന്റെ പേര് ആദ്യമായി വരുമ്പോൾ 99 വയസ്സും ഇഷ്മായേലിന് 13 വയസ്സും. ആർ യു വിത്ത് മീ? ഓക്കെ. ഇത് കഴിഞ്ഞ് ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അടുത്ത അധ്യായത്തിൽ വീണ്ടും യഹോവ പ്രത്യക്ഷനാകും. ദിസ് ചേഞ്ചസ് ദ കോഴ്സ് ഓഫ് എബ്രഹാംസ് ലൈഫ്. ഈ അധ്യായമാണ് എനിക്ക് തോന്നുന്നു എബ്രഹാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു അധ്യായം. കാരണം ഈ അധ്യായത്തിൽ ഇതുവരെ യഹോവ എങ്ങനെയാണ് പ്രത്യക്ഷനായെന്ന് വേദോസത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വി ഡോണ്ട് നോ ഏത് ഫോമിലാണ് യഹോവ പ്രത്യക്ഷനായത്. പക്ഷെ ഈ ഭാഗത്ത് യഹോവയായ ദൈവം എങ്ങനെയാ വരുന്നത്? മനുഷ്യനെ പോലെ. ഹി കംസ് ലൈക്ക് എ മാൻ. ഹി അപ്പിയേഴ്സ് ടു ഏബ്രഹാം. എങ്ങനെയായിരിക്കുന്നു? മാമ്രയുടെ തോപ്പിൽ ദിവസത്തിന്റെ ചൂടും അനുഭവിച്ച് ഉച്ചയ്ക്ക് അവിടെ ഇരിക്കുന്ന അബ്രഹാം നോക്കിയപ്പോൾ താണ്ട് വരുന്നു. ആര് വരുന്നു? 3 പേര് വരുന്നു. 3 പേര് വരുന്നു. അബ്രഹാം എന്ത് ചെയ്യുന്നു? ആ ഹോസ്പിറ്റബിൾ അബ്രഹാമിന്റെ ആ ചോയ്സ് നമ്മൾ വായിക്കുന്ന 3 തവണ റിപ്പീറ്റഡ് ആണ്. ഏബ്രഹാം ran quickly to the tent and told Sarah, do it quickly. He ran to the herd and the young man prepared quickly. Are you with me? വേഗം ചെന്ന് സാറയോട് പറഞ്ഞു നീ വേഗം ഉണ്ടാക്കാൻ പറഞ്ഞു. അബ്രഹാം ഓടി മറ്റേ കാളയെ വെട്ടാനായിട്ട് പോയി. അവിടുത്തെ ആ ചെറുപ്പക്കാരൻ തന്റെ ദാസനും വേഗത്തിൽ ആഹാരം ഒരുക്കി. Are you with me? The pace in which Abraham extends hospitality. അബ്രഹാം മാത്രമാണോ? അബ്രഹാമും സാറയും ആ 3 പേരോട് ഹോസ്പിറ്റബിലിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ. യഹോവയായ ദൈവം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ 3 പേരും 3 പുരുഷന്മാർ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം യഹോവ ഇവിടെ വെച്ച് പറയുകയാണ്, അടുത്ത വർഷം ഈ സമയത്ത് നിനക്കൊരു മകനുണ്ടാവും. 99 വയസ്സുള്ളപ്പോഴാണ് എന്ത് പറഞ്ഞത്? സമയം പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ്. അപ്പൊ ഇപ്പൊ എത്ര വർഷമായി വെയിറ്റ് ചെയ്യുന്നത്? 25 minus 99. How many years? 24 years of waiting. ഇവിടെ വെച്ചാണ് ടൈം ലൈൻ ദൈവം പറയുന്നത്. ഓക്കെ. ആൻഡ് ദെൻ വിൽ സി അവിടെയും വാട്ട് ഹാപ്പൻസ്. ആരാ റെസ്പോണ്ട് ചെയ്യുന്നത്? സാറ ചിരിക്കുന്നു. സാറ ചിരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ സാറ എന്ത് പറഞ്ഞു? ഞാൻ ചിരിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു, ഭയപ്പെട്ട്. സോ സാറ ലാവ്സ് ആൻഡ് സാറ ലൈസ്. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്? ആ കോൺവെർസേഷന്റെ നടുവിലാണ് താൻ പറയുന്നത്, അബ്രഹാം ഒരു വലിയ ജാതിയാകും, അബ്രഹാം ഒരു വലിയ പുരുഷനാകും, സകല ജാതികളും അവനിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടതാകൊണ്ട് സോദോമിനും ഗൊമോറയോടും ഞാൻ ചെയ്യാൻ പോകുന്ന ന്യായവിധി അവനോട് ഞാൻ എങ്ങനെ മറച്ചു വെക്കും? ഐ ഹാവ് ചോസൺ ഹിം. അവിടെ ഉള്ള യഹോവയുടെ ആ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റാ. ഞാൻ അവനെ തെരഞ്ഞെടുത്തു, ഞാൻ അവന്റെ കുഞ്ഞുങ്ങളെയും അവനെയും എൻ്റെ വഴി നടക്കണമെന്ന് ഞാൻ പറഞ്ഞു. അവൻ നീതിയോടുകൂടെയും ന്യായത്തോടുകൂടെയും അവൻ ഈ ഭൂമിയെ ഭരിക്കും. യഹോവ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതെല്ലാം ഇതിനാൽ സംഭവിക്കുന്നത് കൊണ്ട് ഞാൻ എങ്ങനെ ഇത് മറച്ച് വെക്കും? ആൻഡ് therefore God did not hide the judgment shared with Abraham about Sodom and Gomorrah. And what does Abraham do? Abraham decides to intercede and Yahweh allows him to intercede. യഹോവ അവനെ ഇന്റർസീഡ് ചെയ്യാൻ സമ്മതിക്കുന്നു. സോദോമിന്റെയും ഗമോറയുടെയും കാര്യം പറയുന്നു. എത്ര പേരുണ്ടെങ്കിലാ? 50, 45, ലേലം വിളി പോലെ 50, 45 എല്ലാം താഴോട്ടാ. 50, 45, 40, 30, 20, 10 പേരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു. ആ കോൺവെർസേഷൻ അങ്ങനെ അബ്രപ്റ്റായിട്ട് എൻഡ് ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നത്. ആൻഡ് വി റിയലൈസ് ദാറ്റ് ദി സോദോം ആൻഡ് ഗൊമോറ ഈസ് ബീങ് ബേൺഡ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇൻ സോദോം ആൻഡ് ഗൊമോറ? ഈ അധ്യായം കഴിഞ്ഞതിന് ശേഷം യഹോവ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുന്നു, സോദോമിനെയും ഗൊമോറയെയും ബേൺ ചെയ്യാൻ തീരുമാനിക്കുന്നു. ആൻഡ് വാട്ട് ഹാപ്പൻസ്? കംസ് അല്ലെ, സോദോമിലെ ജനത്തോട് വാൺ ചെയ്യാനായിട്ടാണോ വന്നതല്ല, ലോത്തിനെ വാൺ ചെയ്യാനാണ് ആര് വന്നത്? ദൂതൻ വന്നത്. ദൂതൻ വാൺ ചെയ്യാൻ വന്നപ്പോൾ സോദോമിലെ മനുഷ്യർ എന്തൊക്കെ ചെയ്തു? ഈ പുരുഷന്മാരുമായി ബന്ധത്തിൽ ഏർപ്പെടാൻ അവര് ശ്രമിച്ചു. ലോത്തിന്റെ മരിമക്കൾ പുരുഷന്മാർ അവരെന്ത് ചെയ്തു? ലോത്ത് തന്നെ പറഞ്ഞു, ദാണ്ട് ഇത് മുഴുവൻ കത്തിക്കരാൻ പോകാനാണ്, നീ ഒന്ന് കൂടെ വരണമെന്ന് പറഞ്ഞു. അവര് he thought that Lot was joking. The similar trend you see where
നോഹയുടെ കാലത്ത്. Are you with me? People did not take the warning of God seriously. ലോത്തിന്റെ ഭാര്യ എന്ത് ചെയ്തു? Did not obey, looks back, becomes a pillar of salt. Now the funny part is Lot. ഈ സാധനം സംഭവിക്കുമ്പോഴത്തേക്ക് ലോത്തിന്റെ പിള്ളേർക്ക് പോകാൻ മടി. അപ്പൊ ലോത്ത് എന്ത് ചെയ്തു? രാവിലെ പിള്ളേരുമായിട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് പറഞ്ഞു, എന്ത് പറഞ്ഞു? മലനിരകളിലേക്ക് പോകാൻ വയ്യ, ഈ തൊട്ടടുത്തൊരു പട്ടണമുണ്ട്, ഏതാ? സോവാർ പട്ടണമുണ്ട്, ഞാൻ അങ്ങോട്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. ഇല്ലേ? അപ്പൊ ദൂതൻ പറഞ്ഞു, ശരി, നീ അവിടെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാനായിട്ട് അവനെ അങ്ങോട്ടാക്കി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ജീവിക്കാൻ പറ്റിയില്ല. കാരണം തൻ്റെ മക്കളുടെ സ്വഭാവം കൊണ്ടോ അവിടുത്തെ ജനത്തിന്റെ സ്വഭാവം കൊണ്ടോ അവിടെയും ജീവിക്കാൻ പറ്റില്ല. അവിടെ എഴുതുന്നത് അവൻ പോയി ഗുഹയ്ക്കകത്ത് ജീവിച്ചു എന്നാണ്. Are you with me? He went to the caves and he lived with his daughters. ഇനി അവിടെ പോയിട്ട് രക്ഷപ്പെട്ടോ? പെൺമക്കൾ എന്ത് ചെയ്തു? അപ്പനെ മദ്യപിച്ച് അതിൽ നിന്ന് ആരുണ്ടായി? മോവാബ്യരും അമ്മോന്യരും ഉണ്ട്. Are you with me? എടാ, സോതോമിലും ഗൊമോറയിലും കടന്ന് നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയത്. അവിടെ പോയപ്പോഴത്തെ പോകുന്ന വഴിക്ക് പറഞ്ഞു സോവാറെ കൊണ്ട് കിടക്കാന്ന് പറഞ്ഞു. സോവാർ ചെന്നപ്പോൾ അവിടെ ജീവിക്കാൻ പറ്റത്തുണ്ട്, ഗുഹയ്ക്കകത്തോട്ട്. കാരണം പെൺമക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഗുഹയ്ക്കകത്ത് പോയി. ഗുഹയ്ക്കകത്ത് ജീവിച്ചപ്പോഴത്തേക്ക് പെൺമക്കളും അപ്പനെ are you with me? That they did not deal righteously. So the entire line was acting against the plan and the will of God. Are you with me? So there is a generation that is being wiped out in sin and in wickedness. Moving forward comes Abraham. അടുത്ത അധ്യായത്തിൽ എന്താ സംഭവിക്കുന്നത്? അബ്രഹാം മാമ്രയുടെ തോപ്പ് വിട്ട് ഗെറാറിലേക്ക്, കാദേശിനും ശൂരിനും, ശൂര് എന്ന് പറയുന്നത് നേരത്തെ ഹാഗാർ കരഞ്ഞ സ്ഥലമാണ്, ആദ്യമായി പോയി കരഞ്ഞ സ്ഥലമാണ്. ശൂരിനും ഇടയ്ക്ക് നേഗേബ് മരുഭൂമിയിൽ വന്ന് താമസിക്കുകയാണ്. അവിടെ വന്ന് താമസിച്ചപ്പോൾ ഗെറാർ രാജാവായ അബിമലേക്കിനുമായിട്ട് ഇടപെടുന്നു. എന്ത് ചെയ്യുന്നു? അബിമലേക്കിനോട് പറയുന്നു, നീ സാറ എൻ്റെ സഹോദരിയാണ്. അവിടെയും ആരാ രക്ഷിച്ചത്? Who comes and interferes? God interferes. ഫറവോനോട് കള്ളം പറഞ്ഞപ്പോൾ ആരാ ഇടപെട്ടത്? യഹോവ ഇടപെട്ടു. അബിമലേക്കിനോട് അബ്രഹാം കള്ളം പറഞ്ഞപ്പോൾ ആരാ ഇടപെട്ടത്? യഹോവ അബിമലേക്കിന്റെ ഭവനത്തിലുള്ള എല്ലാ സ്ത്രീകളുടെ ഗർഭം അടച്ചു. അബിമലേക്കിനെ പാപം ചെയ്യാതെ അബിമലേക്കിനെ സൂക്ഷിച്ചു. അബിമലേക്കിനെ ഹീലും ചെയ്യുന്നുണ്ട്. ആ ഭാഗത്ത് അബ്രഹാം ഈ ഓണേഴ്സ് അബിമലേക്ക് വന്ന് അബ്രഹാമിനോട് ചൂടാവുന്നുണ്ട്. നീ എന്തിനാണ് എന്നോട് ഈ കള്ളം പറഞ്ഞത്? അബ്രഹാമിന് സ്വത്തും എല്ലാം കൊടുത്തിട്ട് പറയുകയാണ്, താൻ സാറയും വിൻഡിക്കേറ്റ് ചെയ്തു. 1000 കിലോ, എനിക്ക് തോന്നുന്നു 1000 കിലോ സിൽവർ ആണെന്ന് തോന്നുന്നു, ഈ സാറയുടെ ജനത്തിന്റെ മുമ്പാകെ സാറയുടെ കയ്യിലും അബ്രഹാമിന്റെ കയ്യിലും കൊടുത്തു. അതായത് ഞാൻ സാറയുമായി ഒരു ബന്ധത്തിലും ഏർപ്പെട്ടിട്ടില്ല എന്നുള്ള തെളിവിനായി. Are you with me? എന്തോ 1000 വെള്ളിക്കാശ്, കിലോ അല്ല, സോറി, 1000 വെള്ളിക്കാശ്. എന്തിനാ ആ ലൈൻ ഇമ്പോർട്ടന്റ് എന്നറിയാമോ? Why is that line important? Why did he vindicate Sarah publicly? Because the next chapter is the birth of Isaac. 99. Are you with me? അടുത്ത അധ്യായത്തിൽ ഇസഹാക്കിന്റെ ജനനമാണ്. 99-ാമത്തെ വയസ്സിലാണ് ദൈവം പറഞ്ഞത്, നിനക്ക് അബ്രഹാമിലൂടെ സാറയിലൂടെ ഒരു മകൻ ഉണ്ടാവും. So Sarah's purity in that year was extremely important to the readers of the scripture. Are you with me? So that is why Moses puts in that command, or that what has happened there. And then Sarah is left untouched and Abraham deceives Abimelech. 21-ാമത്തെ അധ്യായം ദൈവം പറഞ്ഞ വാഗ്ദത്തം സംഭവിക്കുന്നു. സമയം ഞാനൊരു 10 മിനിറ്റിന് എടുത്ത് തീർക്കാം. സാറയെ ദൈവം സന്ദർശിക്കുന്നു, ഇസഹാക്ക് ജനിക്കുന്നു. And then what happens? യഹോവ സാറയെ വിസിറ്റ് ചെയ്യുന്നു, ഇസഹാക്കിനെ നൽകുന്നു. ഹാഗാർ തൻ്റെ മകൻ ഇഷ്മായേലും കൂടെ അവിടെ സാറ പ്രഗ്നന്റ് ആയി ഇസഹാക്ക് ജനിച്ചു എന്നറിഞ്ഞ് ചിരിക്കുന്നു. Are you with me? And therefore Abraham and Sarah casts out Hagar. But God decides that this decision was right. And he also, കാരണം ആ രാത്രി അബ്രഹാമിന് ഉറങ്ങാൻ പറ്റിയില്ല, അല്ലെ? അബ്രഹാം വളരെ പിടിമുറുക്കത്തിലായിരുന്നു, എങ്ങനെ എനിക്ക് ഇഷ്മായേലിനെ പുറത്താക്കാൻ പറ്റും. പക്ഷെ ആ രാത്രിയിലും യഹോവ വന്ന് ഇടപെട്ടിട്ട് പറഞ്ഞു, അബ്രഹാമേ, സാറ നിമിത്തം, ഇസഹാക്ക് നിമിത്തം നീ സാറ പറയുന്നത് കേൾക്കുക. ഹാഗാറിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോ, പക്ഷേ ഹാഗാറിനെ ഞാൻ തള്ളിക്കളയത്തില്ല, ഇഷ്മായേലിനെ ഞാൻ തള്ളിക്കളയത്തില്ല. അങ്ങനെയാണ്
എലോഹിം എന്ന് പറയുന്ന ദൈവം വന്ന് ബെർഷബയിലേക്ക് ഹാഗാറിനെ ഇറക്കി വിടുന്നു. ഹാഗാർ വിശപ്പും വെള്ളവും ഒക്കെ ആഹാരവും വെള്ളവും തീർന്നപ്പോൾ ഹാഗാർ നിലവിളിക്കുന്നു. പാരാൻ മരുഭൂമിയിൽ നിലവിളിക്കുന്നു. ആ നിലവിളിയുടെ അടിസ്ഥാനത്തിലാണ് എലോഹിം ദൈവം ആ കൊച്ചിന്റെ കരച്ചിൽ കേട്ട് ഹാഗാറിനോട് പറയുകയാണ്, ദ വെൽ ഓഫ് വാട്ടർ ഓപ്പൺഡ് അപ്പ് ഫോർ ദ മദർ ആൻഡ് സൺ. ഇവിടെ വെച്ചും ഹാഗാറിന് രണ്ടാമത്തെ തവണ ദൈവം വാഗ്ദത്തം കൊടുക്കുകയാണ്. ദ സെക്കൻഡ് ടൈം God gives promise to another person. ഇതുവരെ ദൈവം വാഗ്ദത്തം കൊടുത്ത ആർക്കാ? അബ്രഹാമിന്. ഹാഗാറിന് പ്രഗ്നന്റ് ആയപ്പോൾ ഒരു വാഗ്ദത്തം കൊടുത്തു. ദ സെക്കൻഡ് ടൈം ഇവിടെ വെച്ച് പറഞ്ഞു അവൻ ഒരു വലിയ ജാതിയാകും. ആൻഡ് therefore Yahweh hears Hagar's cry. ഈ അധ്യായത്തിന്റെ അവസാനമാണ് അബിമലേക്കും ഫീക്കോൾ തന്റെ സൈന്യാധിപനും കൂടെ കടന്നു വന്ന് അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, നീ ഒരു വലിയ മനുഷ്യനാണ്. ഞാനും നിന്റെ ആളുകളും തമ്മിൽ അടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് തമ്മിൽ ഒരു ട്രീറ്റി ഓഫ് പീസ് ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ ഇറാനും അമേരിക്കയൊക്കെ ട്രീറ്റി ഉണ്ടാക്കാൻ നോക്കുകയാണ്. ആരും ഒപ്പിടാൻ വരുന്നില്ല. പക്ഷെ ഇവിടെ അബിമലേക്കും ഫിക്കോളും വന്നിട്ട് അവർ ട്രീറ്റി ഓഫ് പീസ് ഉണ്ടാക്കുന്നു. അവിടെ വെച്ച് ഹി കോൾസ് ഓൺ എലോഹിം എവർലാസ്റ്റിംഗ്. അവിടെ ഫിലിസ്തീയരുടെ നാട്ടിൽ ഗെറാർ എന്ന് പറയുന്നത്, ദിസ് ഇസ് ദ ലാൻഡ് ഓഫ് ഗെറാർ. ഗെറാറിന്റെ നാട്ടിൽ അവിടെ അബ്രഹാം പരദേശിയായി പാർക്കുകയാണ്. അവിടെയാണ് ഈ ടാമറിസ്ക് ട്രീ. ടാമറിസ്ക് ട്രീയുടെ മലയാളം പുളിയാണോ? അല്ലല്ലോ. പിച്ചള. ഇവിടെ വെച്ച ഒരു പിച്ചള വൃക്ഷം, പിച്ചുല വൃക്ഷം അവിടെ അബ്രഹാം നടുന്നത്. ആ പിച്ചള വൃക്ഷം is also the tamarisk tree is a sign of the treaty between Abraham and Abimelech. അവിടെയുള്ള ആളുകൾ നോക്കുമ്പോൾ അബ്രഹാം അബിമേലെക്ക് തമ്മിൽ അടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ മരം അവിടെ സ്ഥാപിക്കുകയാണ്. ഓക്കെ, അബ്രഹാമും അബിമേലെക്കും, what I find good about Abimelech also is he comes for a treaty of peace and both of them respond righteously to one another. രണ്ടുപേരും നീതിയോടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നത്. Coming to chapter 22, ഇസഹാക്കിനെ ലഭിച്ച അബ്രഹാമിനും സാറയുടെ അബ്രഹാമിന്റെ അടുക്കിലേക്ക് വന്ന് ഈ കാര്യങ്ങൾക്കെല്ലാം ശേഷം നിന്റെ മകനെ, നിന്റെ ഏകജാതനെ, നീ സ്നേഹിക്കുന്നവനെ എനിക്ക് യാഗമർപ്പിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ മോറിയ മലയിലേക്ക് എത്ര ദിവസത്തെ യാത്രയുണ്ടായിരുന്നു? 3 ദിവസത്തെ യാത്ര. ദിസ് ഇസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് സാക്രിഫൈസ് Abraham, the most expensive altar. ഏറ്റവും വിലയുള്ള ഒരു യാഗമായി ഇത് മാറാൻ പോവുകയാണ്. ഇവിടെയാണ് തന്റെ 4ാമത്തെ യാഗപീഠം പണിയുന്നത്, which is in the Mount of Moriah. Are you with me? We know what has happened. Jehovah demands burnt sacrifice of Isaac. Abraham sacrificed Isaac sacrificed, Isaac re-gifted. ആ മോറിയ മലയിൽ ഈ യാഗപീഠം കഴിഞ്ഞതിന് ശേഷമാണ് the final promise. That ഇതിനു ശേഷം we don't see a promise to Abraham, which means these are the 7 promises to Abraham. Are you with me? ഈ വാഗ്ദത്തത്തിലാണ്, ഈ ഉടമ്പടിയിലാണ് എല്ലാ കാര്യങ്ങളും കമ്പൗണ്ട് ചെയ്ത് യഹോവയായ ദൈവം പറയുന്നത്. 1, ഞാൻ എന്നാൽ തന്നെ സത്യം ചെയ്തിരിക്കുന്നു. 2, ആകാശത്തിലെ നക്ഷത്രവും കടൽ കരയിലെ മണൽത്തരി പോലെയും, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നത് ഈ വാഗ്ദത്തത്തിലാണ്. 3, നിന്റെ സന്തതി ശത്രുവിന്റെ ഗേറ്റിനെ കീഴടക്കും. യുവർ ഓഫ്സ്പ്രിങ് ഷൽ പൊസസ് ദ ഗേറ്റ് ഓഫ് ഹിസ് എനിമി. 4, സകല ജാതികളും നിന്നെ അനുഗ്രഹിക്കും. ഈ എല്ലാ വാക്കിന്റെയും കൂടെ ഇതുവരെ കൊടുത്ത ഇതെല്ലാം ഒറ്റയ്ക്ക് കൊടുക്കുമായിരുന്നു. ഓരോ പ്രോമിസിലും ഓരോന്നോരോന്നാ പറഞ്ഞത്. ഇവിടെ ഈ പ്രോമിസ് എല്ലാം കൂടെ പറയുമ്പോൾ there is one word that is used repeatedly: greatly multiply, greatly blessed, great blessings. എല്ലാം ഇവിടെ കമ്പൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. അബ്രഹാമിന്റെ അനുസരണത്തെ ദൈവം ബ്ലെസ്സിങ്സ് കമ്പൗണ്ട് ചെയ്ത് ഇവിടെ 22ാമത്തെ അധ്യായത്തിൽ കൊടുക്കുകയാണ്. അടുത്ത അധ്യായം എന്താ സംഭവിക്കുന്നത്? സാറയുടെ മരണം. സാറയുടെ പ്രായം
127 വയസ്സായപ്പോൾ കിരിയത്ത് അർബ എവിടെ വെച്ചാ മരിക്കുന്നത്? അതും ഹെബ്രോൺ സ്ഥലത്ത് വെച്ചാണ്. Are you with me? ഹെബ്രോണി വെച്ച് സാറ മരിക്കുന്നു. ഈ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉള്ളത്, അബ്രഹാം ഇവിടെ വെച്ച് ഈ നേഗേബ് മരുഭൂമിയിൽ മോറിയ മലയ്ക്ക് അരികിൽ അല്ലെങ്കിൽ 3 ദിവസം ഇപ്പുറമുള്ള സ്ഥലത്താണെങ്കിൽ ഈ ഹെബ്രോണി വെച്ച് എങ്ങനെയാണ് സാറ മരിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ ഇസഹാക്കിന്റെ യാഗം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ എപ്പോൾ ഇവർ ഹെബ്രോണിൽ എത്തി എന്നുള്ളത് നമുക്ക് രേഖപ്പെടുത്തി ലഭിച്ചില്ല. വി ഡോണ്ട് നോ ദി എക്സാക്ട് ജേർണി പാറ്റേൺ ബിറ്റ്വീൻ ദോസ് 2 ലൊക്കേഷൻസ്. ഞാൻ ഒരു കാര്യം ഇവിടെ പറയാൻ മറന്നുപോയി. ഇസഹാക്കിന് യാഗം കഴിച്ച് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിൽ എന്താ പറയുന്നത്? ദർ ഇസ് എ പാരലൽ ജനറേഷൻ കമ്മിങ്. നാഹോർ, തേരാൻ, കാനനൈറ്റ്സ്, ലോത്ത്, കിങ് ഓഫ് സോദോം, ഹാഗാർ, ഇഷ്മായേൽ, ആൻഡ് ഫൈനലി വെൻ ഇറ്റ് കംസ് അബിമലേക്ക്. അവിടെ വെച്ച് അബ്രഹാമിന്റെ സഹോദരനായ നാഹോറിന് മിൽക്കയിലൂടെ ബെതുവേൽ എന്ന മകൻ ഉണ്ടാവുന്നു. ബെതുവേലിന് റിബേക്ക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജനിക്കുന്നു. Are you with me? Which means there is a parallel line running to Isaac also. Are you getting the point? The timeline? Okay. Moving forward, കിരിയത്ത് അർബയിൽ വെച്ച് മരിക്കുന്നു. അവിടെ വെച്ചാണ് ആദ്യമായി ഒരു പിടി മണ്ണ് അബ്രഹാം സ്വന്തമാക്കുന്നത്. The land of Hittites. എഫ്രോണിൽ നിന്ന് എത്ര രൂപയ്ക്കാണ് മേടിച്ചേ? 400 രൂപയ്ക്ക് അല്ലെ? സംതിങ് ഓഫ് ദാറ്റ് 400 സംതിങ്. സോ he buys that land. ആ ചാപ്റ്ററിൽ ഹെഫ്രോൺ ഹിറ്റൈറ്റിൽ നിന്ന് മേടിക്കുന്നു എന്നുള്ളത് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2 കൂട്ടരെ നാം അവിടെ കാണുന്നു. ഒന്ന് അബ്രഹാം വളരെ നീതിയോടുകൂടാണ് ആ കച്ചവടത്തിൽ ഇടപെട്ടത്, വളരെ നീതിയോടുകൂടെ. 2 സാറ എന്ന തൻ്റെ ഭാര്യയെ താൻ ബഹുമാനിച്ച്, താൻ സ്നേഹിച്ചവളെ താൻ മാന്യമായി ഒരു കല്ലറയിൽ, ഏറ്റവും മാന്യമായ നിലയിൽ മക്പല എന്ന് പറയുന്ന സ്ഥലത്ത്, മക്പല ഗുഹയിൽ, ഹെബ്രോൺ അരികെ മാമ്രയുടെ തോപ്പിൽ കനാന്യ ദേശത്ത് ആദ്യത്തെ മണ്ണ് താൻ മേടിക്കുന്നു. 2ാമത്തെ കൂട്ടർ ജാതീയരായ എഫ്രോണും ഹിറ്റൈറ്റ്സും കാനനൈറ്റ്സും ഈ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് അബ്രഹാമിന്റെ റിക്വസ്റ്റിനെ മാനിക്കുന്നുണ്ട്. Are you with me? So they are also accepting. അവരും അബ്രഹാമിന്റെ റിക്വസ്റ്റിനെ മാനിച്ച് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. നീതിയോടുകൂടി. അല്പം വില കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു, എങ്കിലും എന്തോ ഭയങ്കര വിലക്കാണ് ഇത് മേടിച്ചത്. പക്ഷെ ആ വില അവർ മേടിച്ച് ആ ഡീൽ വളരെ ക്ലീൻ ആയിട്ട് അവർ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു. Are you with me? Okay, what happens next? Next is another interesting character. ഈ അബ്രഹാമിന്റെ കോൾ, അബ്രഹാം ഏത് ദേശത്തേക്കാ വന്നത്? കാനാൻ ഇരിക്കുന്ന ദേശത്ത് അല്ലേ? തൻ്റെ കുടുംബത്തെ വിട്ടു, തൻ്റെ പിതൃഭവനത്തെ വിട്ടു, തൻ്റെ ദേശത്തെ വിട്ടു. അങ്ങനെ വിട്ട അടുത്ത കാൻഡിഡേറ്റ് ആരാന്നറിയാവോ? Who is the next candidate? സഹോദരിമാർക്ക് ഇത് എത്രയും പെട്ടെന്ന് പറയണം. നിങ്ങളുടെ ദേശത്തെയും പിതൃഭവനത്തെയും കുടുംബത്തെയും വിടുന്ന ഈ അല്ലേ, യു ലെഫ്റ്റ് എവറിത്തിങ് ആൻഡ് കെയിം ടു യുവർ ഹസ്ബൻഡ്സ് ഹൗസ്. ഹൂ ഇസ് ദാറ്റ്? റിബേക്ക തന്റെ കുടുംബത്തെ അല്ലേ? റിബേക്ക തന്റെ കുടുംബത്തെ, തന്റെ പിതൃഭവനത്തെ ദൈവം പറഞ്ഞ വാഗ്ദത്ത ദേശത്തിൽ താമസിക്കുന്ന അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന് വേണ്ടി താൻ ഒരുപാട് 400 മൈലിനപ്പുറം താൻ യാത്ര ചെയ്ത് താൻ കനാനിലേക്ക് പ്രവേശിക്കുകയാണ്. ആ കോൺവെർസേഷനിൽ ഉണ്ടാകുന്ന ആളുകൾ, ഒന്ന് അബ്രഹാമിന്റെ തെരഞ്ഞെടുപ്പുകൾ. ഒന്ന്, തൻ്റെ ഗോത്രത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഉണ്ടാകണം. 2, യഹോവയായ ദൈവം വിശ്വസ്തനായ എൻ്റെ ദാസന്റെ മുമ്പാകെ പോകും. 3, എങ്ങനത്തെ പെൺകുട്ടി, എവിടുത്തെ പെൺകുട്ടി, ഏത് ദേശത്തു നിന്നുള്ള പെൺകുട്ടി, വ്യക്തമായ ഇൻസ്ട്രക്ഷനോടുകൂടിയാണ് ദാസന്റെ വിടുന്നത്. ദാസൻ വിശ്വസ്തനാണ്, ദൈവത്തോട് നടപടിയായി താൻ ചോദിച്ചു അല്ലേ? റിബേക്കയെ കണ്ടപ്പോൾ, റിബേക്കയെ തന്റെ മനസ്സിൽ ക്ലാരിറ്റി വന്നപ്പോൾ താൻ വീണ്ടും ദൈവത്തോട് ചോദിച്ചു, ഈസ് ഇറ്റ് ഹെർ? ട്രാൻസ്പെറന്റ് ആയിട്ട് സംസാരിച്ചു, തന്റെ യജമാനനെ പേര് നന്നായി സംസാരിച്ചു. ഹി ഫിനിഷ് ദ റെസ്പോൺസിബിലിറ്റി ഏർജന്റ്ലി അല്ലേ? വീട്ടുകാർ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ദാസൻ എന്ത് പറഞ്ഞു? ഇപ്പം പുറപ്പെടണം. എന്തിനാ? ആര് മരിച്ചു ആ ഭവനത്തിൽ? സാറ മരിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഇസഹാക്കിനെ കംഫർട്ട് ചെയ്യാൻ റിബേക്കയുടെ സാന്നിധ്യം ആവശ്യമാണ്. ആൻഡ് സോ ഹി ഓണേഴ്സ് ഹിസ് മാസ്റ്റേഴ്സ് ടു ബി വൈഫ് ആൻഡ് ഹെർ ഫാമിലി. ആ റിബേക്കയും തന്റെ കുടുംബത്തെയും ലാബാനെയും ബെത്തുവേലിനെയും എല്ലാം താൻ മാനിക്കുന്നുണ്ട്, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇനി റിബേക്കയുടെ സ്വഭാവം ഹോസ്പിറ്റബിൾ, ഹംബിൾ അല്ലേ? എത്ര ഒട്ടകത്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഹാർഡ് വർക്കിംഗ് ലേഡി, willing to follow the lead and decides to leave for Isaac, for Abraham, and eventually for God. And when she comes to Isaac,
ഷീ ബ്രിങ്സ് കംഫർട്ട് ടു ഐസക് ആഫ്റ്റർ മാരേജ്. തലവേദന ആയില്ല റെബക്ക സന്തോഷത്തോടെ ഇസഹാക്കിനെ താൻ സന്തോഷിപ്പിച്ചു. ആൻഡ് ഐസക് ഓൾസോ റിസീവ്സ് റിബേക്ക ഹോൾ ഹാർട്ടഡ്ലി ആൻഡ് വി റീഡ് that he loved Rebekah well. Laban, although he receives everything, wanted to delay the process. യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യം അക്ഷരാർത്ഥത്തിൽ അവിടെ കാണുന്നില്ല എങ്കിൽ പോലും ഈ അബ്രഹാം പറയുമ്പോൾ പറയുന്നുണ്ട്, ഈ ആലോചനയുടെ മുൻപാകെ യഹോവയുടെ ദൂതൻ വരും. And the angel of the Lord will take you to the woman. And so we see an invisible presence working alongside the faithful servant. അങ്ങനെ 16 വെച്ച് ആൻഡ് ഷീ കംസ് ടു സാറാസ് ടെന്റ്. അടുത്ത അധ്യായത്തില് അബ്രഹാം കെത്തൂരയെ ഭാര്യയായി എടുക്കുന്നു. അതിൽ നിന്ന് മിദ്യാനും മക്കളും ഉണ്ടാകുന്നു. അബ്രഹാം മരിക്കുന്നു. അബ്രഹാം മരിക്കുമ്പോൾ അബ്രഹാമിന് എത്ര വയസ്സാണെന്നറിയാമോ? 175 years. മക്പലയിൽ വെച്ച് അബ്രഹാമിനെ മക്കൾ എത്ര പേര്, ആരൊക്കെ അടക്കിയത് അബ്രഹാമിനെ? ഇസ്ഹാക്ക് മാത്രമാണോ? We read Isaac and Ishmael both buried Abraham. ഐസക്കിനെ പറ്റി വായിക്കുന്നത് സ്ഥലം, ലൊക്കേഷൻ ബിർലഹ റോയിൽ തന്നെ താൻ താമസിച്ചു. താൻ ഹവീല മുതൽ ഷൂര് വരെയുള്ള സ്ഥലത്ത് ഇഷ്മായേൽ സെറ്റിൽ ചെയ്തു. ഇഷ്മായേലിന് 137 പ്രായമായി. ഇഷ്മായേൽ മരിക്കുന്നു. ഇഷ്മായേലിന് 12 ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത 12 ഗോത്രങ്ങൾ, ട്രൈബ്സ്, പ്രിൻസസ് ട്രൈബ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതായത് രാജാക്കന്മാർക്ക് തുല്യമുള്ള ഗോത്രപിതാക്കന്മാർ ഇഷ്മായേലിന് ദൈവം കൊടുക്കുകയാണ്. ആ 12 ഗോത്രങ്ങളുടെയും 12 മക്കളുടെയും പേര് അവിടെ കൊടുക്കുന്നുണ്ട്. മൂവിങ് ഫോർവേഡ്, Isaac has married Rebekah. What has happened in their life? No children. അപ്പച്ചന്റെ അമ്മച്ചിയുടെയും അതേ പ്രശ്നം ആർക്കുണ്ട്? മോനുമുണ്ട്, മരുമോക്കുമുണ്ട്. ഇസഹാക്ക് എന്ത് ചെയ്യുന്നു? ഇസഹാക്ക് വേറെ സൈഡ് ബിസിനസ്സിന് വല്ലതും പോകുന്നുണ്ടോ? ഇല്ല. ഇസഹാക്ക് എന്ത് ചെയ്യുന്നു പറയൂ? He prayed. അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. He prayed for his wife. The leader of the house, he prayed for his wife. യഹോവ എന്ത് ചെയ്തു? യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. റിബേക്കയ്ക്ക് she becomes pregnant. we'll come to it. ഇനി റിബേക്കയുടെ സ്വഭാവം. റിബേക്കയ്ക്ക് എന്ത് പറ്റി? റിബേക്ക എന്താ പറഞ്ഞേ? പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോ 2 എണ്ണം കൂടെ വയറ്റിൽ തന്നെ അടിയാണ്. അല്ല, ഏശാവും യാക്കോബും തമ്മിൽ അടിയാ. അപ്പം അമ്മ എന്ത് പറഞ്ഞു? എന്തിനാണ് എനിക്ക് 2 എണ്ണത്തെ തന്നത്? എന്തിനാ ജീവിച്ചത്? ഒളിച്ച് അത്രയും പോണ്ട. എന്തിനാണ് എനിക്ക് ഈ 2 എണ്ണത്തെ തന്നത്? ഇവന്മാർ ഇപ്പോഴേ അടിയാണ്, വയറ്റിലേ അടിയാണ്. ഇതിലും ഭേദം ഞാൻ പ്രഗ്നന്റ് ആകാതിരിക്കുന്നതായിരുന്നു. വൈ ബിക്കം പ്രഗ്നന്റ് ലൈക്ക് ദിസ് എന്നാണ് ചോദ്യം. പക്ഷെ അവിടെയും ഞാൻ ആലോചിക്കുന്നത്, ഇസഹാക്കിനേക്കാൾ ഉപരി ആരാണ് റിബേക്കയെ ആശ്വസിപ്പിച്ചെന്നറിയാവോ? ആരാശ്വസിപ്പിച്ചേ? ദൈവം ആശ്വസിപ്പിച്ചു. You know what God tells? റിബേക്കയെ 2 ജാതികൾ നിന്റെ ഉദരത്തിലുണ്ട്. And the older shall serve the 2 ജാതികൾ. നിന്റെ ഉദരത്തിലുള്ള 2 എണ്ണം ഉണ്ടല്ലോ, അത് അടി ഉണ്ടാക്കിയാലും അത് ദൈവത്തിന്റെ കാര്യപരിപാടിയാണ്. You are an instrument to my plan. Now 2 കുഞ്ഞുങ്ങളുണ്ടായി. അപ്പനും അമ്മയ്ക്കും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടായി. ആരെ സ്നേഹിച്ചു? ഇസഹാക്ക് ആരെ സ്നേഹിച്ചു? ഏശാവിനെ സ്നേഹിച്ചു. റിബേക്ക ആരെ സ്നേഹിച്ചു? യാക്കോബിനെ. That is why I put this in red. Now do you understand the mind map? Okay. ഇനി 2 എണ്ണത്തിന്റെ സ്വഭാവം. ഏശാവ് എന്ത് ചെയ്തു? വിശന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്റെ ജ്യേഷ്ഠാവകാശം വിറ്റു. മറ്റേ വ്യക്തി കിട്ടിയ ഗ്യാപ്പില് അതും എടുത്തോണ്ട് പോയി. Are you with me? ബോവഞ്ചൻ ചിരിക്കുന്നു. കിട്ടിയ ഗ്യാപ്പിൽ എടുത്തോണ്ട്. സ്ലൈഡ് ഡീലായിരുന്നു. ആക്ച്വലി യാക്കോബിന് അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കാരണം വാഗ്ദത്തം ചെയ്തതും നിയമമാക്കിയതും യഹോവയായ ദൈവമാ. The older shall serve the younger. But here Jacob gets an opportunity, takes the deal and makes Esau a loser. All right? Moving forward. 8:10. ഓക്കെ, ഞാൻ ഇപ്പൊ തീർക്കാം. കഴിഞ്ഞു. ലാസ്റ്റ് ഭാഗമാണ്. ഓക്കെ. ഐസക് സെറ്റിൽഡ് അറ്റ് ഗെറാർ. വീണ്ടും ക്ഷാമമുണ്ടായി. ക്ഷാമമുണ്ടാകുമ്പോ അപ്പച്ചൻ എന്താ ചെയ്തേ? ക്ഷാമം ഉണ്ടായപ്പോ അപ്പച്ചൻ എന്ത് ചെയ്തു? ഈജിപ്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. ക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്ഹാക്ക് ഗെറാറിൽ പോയി, ഫിലിസ്തീന്റെ നാട്ടിൽ പോയി. ഫാമിൻ ഉണ്ടായിരുന്നതിന് ഫിലിസ്തീൻ എടുത്തിട്ട് പോയി. പക്ഷെ അവിടെയും യഹോവ ഇടപെടുകയാണ്.
ഐ തിങ്ക് അവിടെയും യഹോവ ഇടപെടുകയാണ്. എന്നിട്ട് യഹോവ തന്നോട് വന്ന് പറയുകയാണ്, ഇസഹാക്കെ, നീ ഈജിപ്തിലേക്ക് പോകരുത്, നിന്റെ ഈ ദേശത്ത് തന്നെ നീ നിൽക്കണം. യു ഷുഡ് സ്റ്റേ ഹിയർ, ഡു നോട്ട് ഗോ ഡൗൺ ടു ഈജിപ്റ്റ്. ഈ ദേശത്ത് നീ ഒരു പരദേശിയായി പാർക്കണം. ഇസഹാക്ക് ആ വാക്ക് കേൾക്കുന്നുണ്ട്. ഹി ഒബേസ് യാഹ്വേ. പക്ഷേ എന്ത് സംഭവിക്കുന്നു? വാട്ട് ഹാപ്പൻസ്? അപ്പച്ചൻ ചെയ്ത അതേ തെറ്റ് ആര് ചെയ്യുന്നു? ഇസഹാക്കും അപ്പന്റെ അതേ തെറ്റ് ആര് ചെയ്യുന്നു? മോനും ചെയ്യുന്നു. മോൻ എന്ത് പറഞ്ഞു? എന്റെ ഭാര്യ റിബേക്ക അതിസുന്ദരിയാണ്. അബിമലേക്കിന്റെ ആളുകളോട് പറഞ്ഞു, ഇതെന്റെ സഹോദരിയാണ്. അങ്ങനെ സഹോദരിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരം 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വിൻഡോയിൽ കൂടെ നോക്കിയപ്പോഴത്തേക്ക് ഇസഹാക്കും റിബേക്കയും ഭാര്യയും ഭർത്താവുമായി പെരുമാറുന്നു. അബിമലേക്ക് ചോദിച്ചു, ഇതെന്ത് പരിപാടി എന്ന് ചോദിച്ചു. അവസാനം അബിമലേക്കും ചെന്ന് ചൂടായിട്ട് പറയുന്നുണ്ട്, വൈ ഡിഡ് യു ലൈ അബൌട്ട് റിബേക്ക? ആൻഡ് അബിമലേക്ക് റെസ്ട്രിക്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ് റിബേക്ക ആൻഡ് ഐസക്. അബിമലേക്ക് അവിടെ നീതിയോടുകൂടി ഇടപെടുകയാണ്. അബിമലേക്ക് തന്റെ എല്ലാ പുരുഷന്മാരെയും വിളിച്ചു പറഞ്ഞു, റിബേക്കയെ ഇനി നിങ്ങൾ തൊടുകയോ കാണുകയോ ചെയ്യാൻ ഉദ്ദേശിക്കരുത്. അവളെ തൊടുന്നവനെ ഞാൻ അവനെ കൊന്നുകളയും. സോ ദർ കംസ് എ വെരി ഡിഫിക്കൾട്ട് കമാൻഡ്മെന്റ് ഫ്രം അബിമലേക്ക് ഫോർ ദ സേക്ക് ഓഫ് ഐസക് ആൻഡ് റിബേക്ക. ഇനി അവിടുത്തെ ആളുകൾ ഇസഹാക്കുമായി അടിയുണ്ടാകാൻ തുടങ്ങി. ക്ലോസസ് ഓൾ. അബ്രഹാം കുഴിച്ച എല്ലാ കിണറിലും കൊണ്ട് മണ്ണിട്ട് കുഴിച്ചു മൂടുന്നു. ഇസഹാക്ക് നീതിയോടുകൂടെ ഓരോ കുഴിയും വെട്ടിയെടുക്കുന്നു. ആൻഡ് ഫൈനലി ഹി കംസ് ടു എ ട്രീറ്റി വിത്ത് അബിമലേക്ക്. സമയം തീർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇത് ഞാൻ അയച്ചു തരാം. ആൻഡ് ദെൻ ഹി കംസ്. താൻ ഓരോ കുഴി കുഴിക്കുമ്പോഴും അവിടെ വെള്ളം കിട്ടുന്നില്ല, കയ്പാണ് വന്നത്. സിത്ന എന്ന് പേരിടുന്നു. അവസാനം താൻ രഹബോത്ത് എന്ന് പറയുന്ന സ്ഥലം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, രഹബോത്ത് എന്ന് പറയുന്ന കിണർ താൻ കുഴിച്ചപ്പോ അടി ഉണ്ടാക്കാനായിട്ട് അവര് ഗെറാറിലെ പുരുഷന്മാര് വന്നില്ല. പക്ഷെ തനിക്ക് വെള്ളം ലഭിക്കുന്നത് താൻ ബിർഷെബയിൽ വെച്ചാണ്. ഇവിടെയാണ് ഈ ബർഷേബയുടെ സ്ഥലം ബർഷേബ എന്നാകുന്നത്. അവിടെ ഹി നെയിം ദ പ്ലേസ് ഷെബ, വെൽ ഓഫ് 7. അവിടെയാണ് തനിക്ക് വെള്ളം കിട്ടുന്നത്. ആ സ്ഥലത്ത് വെച്ച് അബിമലേക്കുമായി താൻ ഹി കംസ് വിത്ത് എ ട്രീറ്റി. ആൻഡ് ദെയർഫോർ ഇവിടെ ഈ 2 ഭാഗത്തും യഹോവയുടെ വാഗ്ദത്തം തന്റെ പിതാക്കന്മാരോട് പറഞ്ഞത്, ഐ വിൽ മൾട്ടിപ്ലൈ യുവർ ഓഫ് സ്പ്രിങ് ആൻഡ് ഇൻ യുവർ ഓഫ് സ്പ്രിങ് ഓൾ ദ നേഷൻസ് ഷാൽ ബി ബ്ലെസ്ഡ്. അത് അവസാനിക്കുന്നു, ആ ചരിത്രം അവിടെ അവസാനിക്കുന്നു. ബട്ട് ഏശാവിന് 40 വയസ്സ് രേഖപ്പെടുത്തുന്നു ഇത്. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്? ഏശാവ് ഹിത്യരുടെ കയ്യിൽ നിന്ന് 2 ഭാര്യമാരെ എടുക്കുന്നുണ്ട്. ആ 2 ഭാര്യമാരും ഇവരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആർക്ക് ശല്യമുണ്ടാക്കി? ഇസഹാക്കിനും റിബേക്കയ്ക്കും ശല്യമുണ്ടാക്കി. ആർ യു വിത്ത് മീ? ഇങ്ങനെയാണ് 26-ാമത്തെ അധ്യായം പര്യവസാനിക്കുന്നത്. ആൻഡ് സോ നൗ ഐ ജസ്റ്റ് വാണ്ട് ടു ടേക്ക് യു ക്വിക്ലി ത്രൂ ദിസ് ലൈൻ. തേരയിൽ നിന്ന് ആരംഭിച്ച് അബ്രഹാം, ആ പാരലലി നാഹോർ ആൻഡ് ഹാറാൻ, കനാനിയർ, ഫറവോനും ഈജിപ്ഷ്യൻസും, ലോത്ത്, all these men, king of Melchizedek, Hagar and Ishmael, and then comes Moabier, Ammonites, Abimelech, Nahor and Milcah, Bethuel. So now eventually Rebekah is also becoming part of the covenant. Hittir, Ishmael, Esau, even though he is part of the covenant, he misses his opportunity. Are you with me? He becomes in the non-covenantal line eventually. Then comes Judah, then comes Tamar, Boaz and Ruth. ഇത് രണ്ടും തിരഞ്ഞെടുക്കപ്പെടാത്ത കവനന്റൽ ലൈനിൽ നിന്നുള്ളവരല്ല. but they become part of the covenant. David and then Jesus, the covenantal line. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് വാക്യം വളരെ പെട്ടെന്ന് ജിംബിൾ ചാ. അടുത്ത വാക്യം. അത് ക്രിസ്തു തന്നെ. സോ ഇൻ ആൻഡ് ദെൻ എബ്രായ ലേഖനം 12-ാം അധ്യായം 10-ാം വാക്യം. എബ്രായ ലേഖനം 12-ാം അധ്യായം ഞാൻ വായിക്കാം. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ആര് കാത്തിരുന്നു?
അബ്രഹാം കാത്തിരുന്നു. So now since we know the entirety of the Bible, the covenantal line now eventually merges with the church. And from the church, every tribe, ബെനായിച്ചൻ പറഞ്ഞ അതേ ത്രെഡ് ഞാൻ ഫോളോ ചെയ്യാണ്. Every nation and every tongue, they will come to a land, a new Canaan, the new Jerusalem, the new earth. From every tribe, this covenantal line will be with Yahweh, the God who has come to man with a covenant. Now, if you look at the entirety of this, application wise, ഞാൻ ഈ പാസേജ് ഇടുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. കാരണം ഇവിടെ എല്ലാം ഞാൻ ചോയ്സസ് ഇട്ടിട്ടുണ്ട്. ഈ ചോയ്സസിന്റെ എല്ലാം മധ്യത്തിൽ there is one pattern that you see. The first thing that you notice from chapter 12 to 26 is the predominant character of God. യഹോവയായ ദൈവമാണ് ഈ തെരഞ്ഞെടുപ്പിന് ആദ്യമായിട്ട് മുന്നിട്ട് ഇറങ്ങുന്നത്, അബ്രഹാം അല്ല. അബ്രഹാമിന്റെ പരാജയങ്ങളുടെ മധ്യത്തിൽ ദൈവമാണ് ഇടപെടുന്നത്, അബ്രഹാം അല്ല. ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും കേസിൽ കവനന്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നതും യഹോവയായ ദൈവം. കുട്ടികൾ നല്ലതാകട്ടെ ചീത്തയാകട്ടെ ചെയ്യുന്നതിന് മുൻപേ ഉദരത്തിൽ തന്നെ ദൈവം അവരെ തെരഞ്ഞെടുത്തു. So this entire conversation, God takes the center stage. യഹോവയായ ദൈവമാണ് ഈ തെരഞ്ഞെടുപ്പിന് കാരണം. അവൻ പ്രത്യക്ഷനാകാൻ തീരുമാനിച്ചത് കൊണ്ട് ഹാരാനിൽ ജാതിയരായി മെസപ്പൊട്ടാമിയയിൽ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് യഹോവയായ ദൈവം ഇറങ്ങിച്ചത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമ്പർ 1 അണ്ടർലൈങ് സ്റ്റോറി സമ്പത്തുമല്ല, വിദ്യാഭ്യാസവും അല്ല, നല്ല ഉറക്കവും അല്ല, നല്ല ആരോഗ്യവുമല്ല. ഈ യഹോവയായ ദൈവം തെരഞ്ഞെടുക്കാനായി നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതല്ലേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ത്രെഡ്. ആ ത്രെഡ്, അതിൽ കൂടുതൽ സമ്പത്ത് വേറെ എന്തിനാ? അതുകൊണ്ടാണ് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാനാണ് നിന്റെ പരിച, ഞാനാണ് നിന്റെ അതിമഹത്തായ സമ്പത്ത്. ഐ ആം യുവർ ഗ്രേറ്റ് റിവാർഡ്. അബ്രഹാമിന് ഞാൻ വിചാരിക്കും എന്തൊരു ഭാഗ്യമുള്ള ഒരു മനുഷ്യനാ. എത്ര തവണ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. കാണിപ്പാനിരിക്കുന്ന ദേശത്ത് ഈ ദൈവം വിളിച്ചിറക്കിക്കൊണ്ട് തന്നെ കൊണ്ടുപോയി. കാണിപ്പാനിരിക്കുന്ന ആ ദൈവം ശില്പിയായ നഗരത്തിന് വേണ്ടി അവൻ കാത്തിരുന്നു. ഇസ്രായേലിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് യേശുക്രിസ്തു ആണെന്നും ആ യേശുക്രിസ്തുവിനെ നോക്കി പാർത്തു എന്നാണ് റോമാലേഖനത്തിൽ വായിക്കുന്നത്. To Abraham was revealed the plan in which the entire world is going to be blessed. എന്നിട്ട് ഈ ദൈവത്തെ അബ്രഹാം മുഖാമുഖമായി കണ്ടു. ഏദൻ തോട്ടത്തിൽ വെച്ചാണ് ആദാമിനോടും ഹവയോടും ഇത്ര അടുത്ത് ഇടപെടുന്നത് കാണുന്നത്. പിന്നെ we see in terms of Enoch, then we see a little bit in terms of Noah. നോഹയ്ക്ക് കൃപ ലഭിച്ചെന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും വലിയ കൃപ ആ പുസ്തകത്തിൽ ലഭിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് അബ്രഹാമാണ്. കാരണം അബ്രഹാം ദൈവത്തെ മുഖാമുഖമായി കണ്ടു. 15-ാം അധ്യായം ദൈവവുമായുള്ള കോൺവെർസേഷൻ കഴിഞ്ഞതിന് ശേഷം അബ്രഹാം എന്ന് പറയുന്നുണ്ട്, ഈ കൃമിയായ ഞാൻ, എൻ്റെ വാക്ക് ഞാൻ മറന്നുപോയി, ഐ സോ ആൻഡ് സ്പോക്ക് ടു ഗോഡ്. ഞാൻ ദൈവത്തോട് സംസാരിച്ചു. ഐ സ്പോക്ക് ടു ഗോഡ്. അതുകൊണ്ടാണ് സൈമൺ സാർ പറഞ്ഞത്, എൻ്റെ ഭവനത്തിലേക്ക് ഈ യഹോവ ഇറങ്ങി വന്നത് അബ്രഹാം തൻ്റെ ജീവിത അവസാനം വരെ സ്മരിച്ചുകൊണ്ടിരുന്നു. ഇറ്റ് ഈസ് ഗോഡ് ഹു ഡിസൈഡ്സ് to build this relationship with man. And so God takes the center stage. Yehovah, Yahweh, covenant giving God. അബ്രഹാമിന്റെ വീഴ്ച, ഇസഹാക്കിന്റെ വീഴ്ച, യാക്കോബിന്റെ വീഴ്ച, ഇതിന്റെ എല്ലാം മധ്യത്തിലും യഹോവയുടെ വിശ്വസ്തത മാറിയില്ല. He did not take it away. He added grace, he added mercy, he gave to us his son. What a story in Genesis. And the next story, we will see the same pattern repeating. അല്ലെ, അബ്രഹാം ചെയ്തത് തെറ്റ്, ഇസഹാക്ക് ചെയ്തത്, യാക്കോബ്, ഇസഹാക്കും റിബേക്കയും ചെയ്തത്. You see that same pattern. യാക്കോബ് വിവാഹം കഴിച്ച എത്ര പേരെയാ? ലേം, റാഹേൽ. ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആരെയാ? റാഹേൽ. So there is always division and partiality shown by mankind. But God demands to continue his covenant line and does not stop. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം that we came face to face with God in the light and the word of Jesus Christ our Savior. And so to this God may all the glory be. Thank you once again for listening patiently till 8:20 for me. Thank you.
താങ്ക് യു ടോബി. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവമേ, ദൈവമേ, ഞങ്ങൾക്ക് അങ്ങയുടെ തിരുവചനത്തിൽ നിന്ന് ദൈവമേ അങ്ങ് മൊഴിഞ്ഞ ഓരോ വാഗ്ദത്തങ്ങൾക്കായി നന്ദി കരയേറ്റുകയാണ്. ദൈവമേ, ഞങ്ങൾക്ക് ഇന്ന് ഈ സമയത്ത് ഇവിടെ വന്ന് ദൈവമേ ഒരിക്കൽ കൂടി ഞങ്ങൾ പഠിച്ച പാഠങ്ങൾ സമ്മറൈസ് ചെയ്ത് അയവർക്കുവാൻ ഞങ്ങളെ സഹായിച്ച കൃപയോർത്ത് അങ്ങയെ സ്തുതിക്കുകയാണ്. ദൈവമേ, അബ്രഹാമിനെ ദൈവം വിളിച്ചു, ഒരു വാഗ്ദത്ത ദേശത്തിലേക്ക് ദൈവം നടത്തി. അതിൽ തുടർന്നുള്ള ആ ഓരോ പാട്രിയാർക്കിൻ്റെ ആ സ്റ്റോറി ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ, ദൈവമേ ഞങ്ങൾക്ക് പഠിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അവസരം നൽകുന്നോർത്ത് അങ്ങയെ സ്തുതിക്കുകയാണ്. ദൈവമേ, കാണാത്തൊരു ദേശത്തേക്കാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത് എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുകയായിരുന്നു. ദൈവമേ, ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ തന്നെ തിരിച്ച് അറിയുന്നത്, ദൈവമേ ഞങ്ങളും ഈ മരുഭൂ യാത്രയിൽ കാണാത്ത ഒരു നിത്യദേശത്തിലേക്കുള്ള ഒരു യാത്രയിലാണ്. ദൈവമേ, ഞങ്ങൾ ആ ദേശം ഞങ്ങൾ കണ്ടിട്ടില്ല, എന്നാൽ ഞങ്ങൾക്ക് വാഗ്ദത്തമായി ദൈവം നൽകിയിരിക്കുന്ന ദേശമാണ്. ദൈവമേ, ആ പ്രയാണത്തിൽ ദൈവമേ അങ്ങയുടെ ആ വചനം, ദൈവമേ അങ്ങയുടെ ആ കരുതലും പരിപാലനവും ധാരാളമായി ഇതുവരെയും അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്ന കൃപയോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ കാഴ്ചയിലല്ല വിശ്വാസത്തിലാത്രേ നടക്കുന്നത് എന്ന് ഞങ്ങൾ വായിക്കുന്നു. യെസ് ലോർഡ്, വി വാക്ക് ബൈ ഫെയ്ത്ത് ആൻഡ് നോട്ട് ബൈ സൈറ്റ്. ദൈവമേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ കാഴ്ചപ്പാടിനായി സ്തോത്രം. പ്രത്യേകിച്ച് അത് ദൈവം ഞങ്ങൾക്ക് നൽകിയതാണ്. ദൈവമേ, ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തു, ആ വാഗ്ദത്തങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകി. ദൈവമേ, ഞങ്ങളുടെ ആ യാത്ര പൂർത്തീകരിക്കാനായിട്ടുള്ള ആയിരിക്കുന്ന സമയം വരെയും, അനുവദിച്ചിരിക്കുന്ന സമയം വരെയും വിശ്വസ്തയോടെ ദൈവം നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തെങ്കിലും യിസ്ഹാക്കിന് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ചുവെങ്കിലും ഞങ്ങൾ അറിയുന്നു, ദൈവമേ, അവര് മനുഷ്യരെന്ന നിലയിൽ അവർക്ക് പല വീഴ്ചകളുണ്ടായിരുന്നു, തെറ്റുകുറ്റങ്ങളുണ്ടായിരുന്നു. എന്നാലോ യഹോവയുടെ ആ വാഗ്ദത്തം ഒരിക്കലും മാറിയില്ല എന്ന് ഞങ്ങൾ വായിക്കുന്നു. യെസ് ലോർഡ്, വി ആർ ട്രസ്റ്റിംഗ് into the God whose covenant never changes. His blessing and his promise never change, though we may fail terribly in our lives. Thank you, God, for thy grace and mercy. ദൈവമേ, ഞങ്ങളെ നടത്തുന്ന ഓരോ വിധങ്ങൾക്കായി അങ്ങേക്ക് ഒരിക്കൽ കൂടി നന്ദി കരയേറ്റത്തെ ദൈവമേ. ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ തിരികെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നു. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടുന്നതായിരിക്കുന്ന ക്ഷേമം നൽകണം, ദൂതന്മാർക്ക് അവലാൽ കാത്തു സൂക്ഷിക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സൂമിലായിരിക്കുന്ന ഓരോരുത്തർക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്കും വേണ്ടുന്നതായിരിക്കുന്ന കൃപയും ദൈവം ഈ നാളുകൾ നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. മാനവും മഹത്വവും അവിടത്തേക്കുള്ളതാകട്ടെ. എല്ലാം ഞങ്ങൾക്കായി ജീവിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ.